ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ചാനലിൻ്റെ 1400 ദിവസമാണ്. വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമായിട്ട് നമുക്ക് കാണാം. 1400 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 7 മണിക്ക് ഇതുപോലെ കൂടുന്നുണ്ട്. തന്നെയുമല്ല, ഇന്നത്തെ വിഷയം വളരെ സൈക്കോളജിക്കൽ പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടോപ്പിക് അല്ലെങ്കിൽ ഒരു തെറാപ്പി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അതൊരു അഡ്വക്കേറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു സ്വഭാവവിശേഷം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷത്തിലൂടെയാണ് 3 ഈഗോ സ്റ്റേറ്റുകൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ആ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും ഹരിഹരൻ സാറിൽ നമുക്ക് കേൾക്കാം. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ഹരിഹരൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു ഡോക്ടർ സാബു. പ്രത്യേക ദിവസം 1400ാമത്തെ എപ്പിസോഡ് വരാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. അതെനിക്ക് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഞാൻ ഈ സബ്ജക്റ്റ് സംസാരിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സൈക്കോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു ഫിസിക്സ് പഠിച്ചവനാണ്. അതും ഒരു 52 വർഷത്തിന് 52ആണോ 53 വർഷം മുമ്പ് പഠിച്ചതാണ്. അത് പറഞ്ഞുകൂടാ. ഇത് പിന്നെ ഇൻട്രസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം വെച്ചാൽ അടുത്ത കാലത്ത് നടത്തിയ ടോക്സ്, സർക്കാസം, ക്ലെപ്റ്റോമാനിയ, പിന്നെ നേരത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. അപ്പം ഇതൊക്കെ സൈക്കോളജിയായിട്ട് ബന്ധമുള്ള ആളാണോ? ബന്ധമൊന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. വായിച്ചു നോക്കിയിട്ട് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഒന്ന് മനസ്സിലായി, സൈക്കോളജിയൊക്കെ പഠിച്ചിരിക്കായിരുന്നു വേണമെങ്കിൽ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. എനിവേ ഇറ്റ് ഇസ് ടു ലേറ്റ് ഫോർ എ ഡേ. എനിവേ that is a way of introduction to subject. Kleptomania പല ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ പല പഠിച്ച ആൾക്കാരുടെ അടുത്ത് ഈ വാട്ട് ഈസ് ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അറിയില്ല. പറഞ്ഞു, ഇങ്ങനൊരു പരിപാടി ഉണ്ടോ? അടിച്ചു മാറ്റലാണ് ക്ലെപ്റ്റോമാനിയ. ക്ലെപ്റ്റോമാനിയ ഇതിന്റെ മീനിങ് എ പെർസിസ്റ്റന്റ് ന്യൂറോട്ടിക് ഇമ്പൾസ്. അത് നമ്മൾ അറിഞ്ഞുകൂടാതെ വരുന്ന ഒരു അർജാണ്. ഈസ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് കൂടെ പറയാൻ. ക്യാരക്ടറൈസ്ഡ് ബൈ ഇർറെസിസ്റ്റിബിൾ അർജ് ടു സ്റ്റീൽ ഐറ്റംസ്. സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള ഒരു വ്യാകൃതായ അർജ്, വിത്തൗട്ട് എനി ഫൈനാൻഷ്യൽ നീഡ്. ഇത് മോഷ്ടിച്ചിട്ടൊക്കെ വലിയ ആവശ്യമൊന്നും ഇല്ല, എന്നാലും അത് മോഷ്ടിക്കും. ഓർ പേഴ്സണൽ യൂസിനും ആവശ്യമോ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഈ മോഷ്ടിക്കുക, നല്ല സാധനങ്ങൾ മോഷ്ടിക്കുക എന്നുള്ളത്, അത് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന കാര്യങ്ങൾ മോഷ്ടിക്കുക എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിനെയാണ് ക്ലെപ്റ്റോമാനിയ എന്ന് വിളിക്കുന്നത്. ഇൻഡിവിജ്വൽസ് ക്ലെപ്റ്റോമാനിയ ഫീൽ ടെൻഷൻ. അവർ ഇങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധമുള്ള ഇത്, അവർക്ക് ഏതെങ്കിലും സാധനം കണ്ട് കയ്യിലാക്കിയില്ലെങ്കിൽ, അത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ കൊച്ചുകുട്ടികളെ കണ്ടാൽ മതിയല്ല, എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത് വരും, എനിക്ക് വേണം എന്ന് ബോളം തുടങ്ങുന്നത് കുട്ടികൾ. അതുപോലുള്ള അർജാണ് നമുക്ക് വലിയ ആൾക്കാർക്കും. അർജ് ബിഫോർ സ്റ്റീലിംഗ് ആൻഡ് റിലീഫ് ഓൺ ഗ്രാറ്റിഫിക്കേഷൻ ആഫ്റ്റർവേർഡ്. സെയിം തിങ്. കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പാവ കണ്ടു, അവർ ബഹളം ഉണ്ടാക്കി, കൈ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ക്ലെപ്റ്റോമാനിയ ഉള്ളവർക്ക് ഏതെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ അത് കയ്യിൽ സ്വന്തമാക്കണമെന്നും ഉപയോഗിക്കണമെന്നും, സ്വന്തമാക്കിയാൽ മതി, അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഫീൽ എ ഗ്രാറ്റിഫിക്കേഷൻ, റിലീഫ് വരും. ദിസ് ഈസ് കൺസിഡർഡ് ബി എൻ ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡർ. സൈക്കോളജിക്കലി പറഞ്ഞാൽ ബ്രെയിനുമായിട്ട് ബന്ധമുള്ള ഒരു ഇതാണ്, സൂക്കേടാണ്. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വരാം. ആൻഡ് മേ റിക്വയർ ബോത്ത് സൈക്കോളജിക്കൽ ആൻഡ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ. അതിന് മരുന്ന് മാത്രം കൊടുത്താൽ പോരാ. എന്തുകൊണ്ട് മരുന്ന് കൊടുക്കണം, എന്തുകൊണ്ട് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടെ വേണം. വളരെ ക്ലെപ്റ്റോമാനിയ ആയിട്ട് ഉള്ള ആൾക്കാരെ ചികിത്സിക്കുന്നത് വളരെ സൂക്ഷിച്ചാണ് ചികിത്സിക്കേണ്ടത്. ബിക്കോസ് അവരുടെ ഒരു നൂൽപാലത്തിൽ പോകുന്ന പോലെയാണ് അവരെ ഡീൽ ചെയ്യേണ്ട ആവശ്യം. കാരണം വെച്ചാൽ നമ്മുടെ ഈ തെറ്റൊന്നും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ തിങ്സ് മേ ഗോ ഔട്ട് ഓഫ് അവർ കൺട്രോൾ. ബിക്കോസ് അവർ മാനസികമായിട്ട് അവർ പ്രോപ്പർ അല്ല, ഡിസോർഡർ ഉള്ളവരാണ്. അത് അറിഞ്ഞ് അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നത്. ഓഫ്കോഴ്സ് മെഡിക്കൽ ഇൻ്റർവെൻഷനും വേണം, ഇല്ലാതെ പറ്റൂല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ദി വേർഡ്സ് ടു എ ലാറ്റിൻ വേർഡ്സ് ക്ലെപ്റ്റോ, തീഫ്, മോഷ്ടാവ്, മാനിയ, മാഡ്നസ്. ഇതിങ്ങനെയാണ് ക്ലെപ്റ്റോമാനിയയുടെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നോട്ടും കൂടെ നോക്കുക. കാരണം വെച്ചാൽ ചില വാക്കുകളൊക്കെ സ്പെല്ലിംഗ് ഒക്കെ പറയാൻ പറ്റില്ല.
സോ ക്ലെപ്റ്റോമാനിയ ഇങ്ങനെ ഇത് പിന്നെ ഇത് കണ്ടുവരുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് ഫൗണ്ട് പ്രിവലന്റ് ഇൻ ദ അപ്പർ എക്ലോൺ ഓഫ് സൊസൈറ്റി. ഞങ്ങൾ ആൾക്കാർ ഞങ്ങൾ കളിക്ക് പറയും, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു മൈ ഹിന്ദു ഫ്രണ്ട്സ്, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ ക്ലെപ്റ്റോമാനിയ ഉള്ള കേസുകൾ ഒരുപാടുണ്ട്. ഞാൻ പർപ്പസായിട്ട് പറയാത്തതാണ്. അതിൽ ഞങ്ങളുടെ ചീഫ് ഗോഡ് എന്ന് പറഞ്ഞ ലോർഡ് ഇന്ദ്ര ഈസ് കുറച്ച് ക്ലെപ്റ്റോമാനിയ കാണാൻ കൊള്ളാമെന്ന് എന്തായാലും അങ്ങനെ കയ്യിലാക്കാൻ നോക്കുന്ന കൂട്ടത്തിലാണ്. ലെറ്റ്സ് സീ, ദിസ് എ ഹ്യൂമാൻ നേച്ചർ. അവരിതൊക്കെ ഈ കഥയൊക്കെ പറയുന്നത് ഓൺലി ഷോ ഹ്യൂമാൻ നേച്ചർ. എല്ലാവർക്കും കാണാൻ കൊള്ളുന്ന സാധനം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ഇത് വരും. ആൻഡ് യങ്ങർ സ്റ്റേജിൽ ഇറ്റ് വിൽ ബി എവിഡൻറ്റ്, or they won't have any shyness to show. But as you age, you will try to control. അങ്ങനെ പല ആൾക്കാരും അവർ കൺട്രോൾ ചെയ്യുകയോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പല കേസും കേട്ടിട്ടുണ്ട്. ക്ലെപ്റ്റോമാനിയ ഉള്ള വലിയ വലിയ VIP ഒക്കെ അവരുടെ കൂടെ എപ്പോഴും അവരുടെ PAയോ അല്ലെങ്കിൽ അവരുടെ വൈഫോ എപ്പോഴും കൂടെ കാണിച്ചാൽ അവർക്കറിയാം അദ്ദേഹം ഓട്ടിക്കുമെന്ന് അറിയാം സാധനങ്ങൾ. അതായത് നല്ല സിൽവർ സാധനങ്ങൾ, ഈ കട്ട്ലറീസ് ഒക്കെ ഉണ്ടല്ലോ, അടുത്ത് പോക്കറ്റ് ഇടും. ഇതൊക്കെ ഇവരുടെ ജോലി പിറ്റേ ദിവസം ആകുമ്പോൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. സോറി, അറിയാതെ എടുത്തു പോയതാണെന്ന് പറയാം. എല്ലാവർക്കും അറിയാം. ഇന്ന ആൾക്കാർക്ക് പല VIPസിനും ക്ലെപ്റ്റോമാനിയ ഉള്ള ആൾക്കാരുണ്ട്. ഫോർ ദി സാറിന് അനോണിമിറ്റിക്ക് വേണ്ടി പറയാറില്ല, കാരണം ചിലത് ഇറ്റ് വിൽ അഫക്ട് ദെയർ ക്രെഡിബിലിറ്റി. പല ആൾക്കാർക്കും ബോത്ത് പൊളിറ്റീഷ്യൻസ് ആൻഡ് സ്റ്റേറ്റ്സ്മെൻ ഇങ്ങനെയുള്ള ഈവൻ ഇവർക്ക്, ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദി പ്രിൻസസ്, ഐ തിങ്ക് ഇൻ സ്വീഡൻ, ഐ തിങ്ക് he was arrested for Prince or Princess was arrested for kleptomania for shoplifting. ഈ ഷോപ്ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാണ് യു വുഡ് ഹാവ് ഹേർഡ് ഇൻ അവർ പേപ്പേഴ്സ്. പണ്ടൊക്കെ, ഇപ്പോൾ ഒന്നും വരുന്നേ ഇല്ല. നമ്മുടെ ഫിലിം വേൾഡിൽ എസ്പെഷ്യലി സ്റ്റാർലെറ്റ്സ് ഗേൾസ് പോകുമ്പോൾ ദേ ഹാവ് എ ഹാബിറ്റ് ഓഫ് ലിഫ്റ്റിംഗ് തിങ്സ് ഫ്രം ദി ഷോപ്സ്. കാണാതെ കൊണ്ടുവരിക ഒരു പരിപാടി, ഷോപ്പ്. നമ്മുടെ പല ഫിലിം സ്റ്റാർസും അറസ്റ്റ് ചെയ്യപ്പെട്ട് പനിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പകുതിയും വെളിയിൽ വരില്ല. വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ തീർക്കാൻ നോക്കും. അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് പ്രിവലന്റ് എമംഗ് ദി അപ്പർ മിഡിൽ ക്ലാസ്. ഇത് ഈ മോശം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനമില്ല. ദേ ഡോണ്ട് ഹാവ് എനി എക്കോണമിക്, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പണത്തിൻ്റെ ആവശ്യമോ അതിൻ്റെ സാധനത്തെ. ഇപ്പോൾ ഒരു സിൽവർ ഇതായിരിക്കും കണ്ടിരിക്കുന്നത്, പേരെന്താ, ഒരു എനി ഐറ്റം ടേബിളിലിരിക്കുന്ന സ്പൂൺ അതിൻ്റെ, അതുകൊണ്ട് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അത് കാണുമ്പോൾ കയ്യിൽ എടുക്കാനുള്ളതും അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോകും. ചില ക്ലെപ്റ്റോമാനിയ ആൾക്കാർ അവർ തന്നെ അങ്ങ് തിരിച്ചു കൊടുത്ത് സോറി പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർ അവരുടെ കൂടെ വരുന്നവർ പിറ്റേ ദിവസമോ ഇല്ലാതെ കഴിഞ്ഞോ കൊണ്ട് കൊടുത്ത് മാനം രക്ഷിക്കാൻ നോക്കും. സോ ഇറ്റ് ഈസ് പ്രിവലന്റ് ഇൻ എവരിബഡി. നമ്മൾ ഈവൻ ചിൽഡ്രൻ വി ഹാവ് സീൻ, സ്കൂളിൽ കൊച്ചു കുട്ടികൾ ആദ്യ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ പെൻസിൽ ബോക്സ് തുറന്നു നോക്കിയാൽ എറേസറ്, പെൻസില് വേറെ ആരുടെങ്കിലും കാണാതിരിക്കുമോ? ആ കുട്ടികളുടെ അർജാണ് അത്. കാണുമ്പോൾ അത് എടുക്കണം എന്നുള്ള ആഗ്രഹം അവർക്കില്ലാത്ത കൊണ്ടല്ല, അവർ അച്ഛനടുത്ത് അമ്മയടുത്ത് പറഞ്ഞാൽ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, സ്കൂൾ കുട്ടികൾ, ഈ കൊച്ചു കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അച്ഛനമ്മമാർ പണ്ടൊക്കെ നമ്മൾ പെട്ടിയൊക്കെ തുറന്നു നോക്കുന്നത്. ഞാൻ എന്ന് പറയാം, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ രണ്ടാമത്തെ മോൾക്ക്, അവൾ കേൾക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു ഈ ടോക്ക്, അവൾക്ക് ഈ സൂക്കേട് ഉണ്ടായിരുന്നു. വല്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല സാധനം എടുത്തുണ്ടെങ്കിൽ വരും. ഞങ്ങൾ പിറ്റേ ദിവസം ആകുമ്പോൾ അവരെ കൊണ്ട് കൊടുക്കും. വെച്ചാൽ കുട്ടികൾക്ക് വേറൊന്നുമില്ല, അവർക്ക് നല്ല സാധനം കിട്ടുമ്പോൾ അവർക്ക് എടുത്ത് പോക്കറ്റ് വയ്ക്കുക, കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. 1-2 കേസിൽ അവൾ തന്നെ തിരിച്ച് കൈ തന്നിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ എൻ്റെ പോക്കറ്റിലായി പോയെന്നോ കൈ കൊണ്ടു. നമുക്കറിയാം ആ സൂക്കേടാണ്. അതിനെ വി ഹാഡ് ടു കൗൺസിൽ. അതിനു വേണ്ടിയാണ് പണ്ടത്തെ കാലത്ത് ഈ കൗൺസിലിംഗ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റോറീസ് ഒക്കെ പറയുന്നത്. കുട്ടികളടുത്ത് ഇങ്ങനെ മോട്ടിക്കരുത്, ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കരുത് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിനു വേണ്ടിയാണ്. ടു ഇൻസ്റ്റിൽ ദാറ്റ് സോർട്ട് ഓഫ് ഡിസിപ്ലിനും ഒരു ഇത് കണ്ടുവരാൻ വേണ്ടിയാണ് പറയുന്നത്. അത് സാധാരണ ഇത് കാണുന്നു വരുന്നത്. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഫെയർ സക്സസ് ഹിയർ മാഡം, സോറി, പെണ്ണുങ്ങളിലാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. ഇത് ഞാൻ പറയുന്നല്ല, റിസർച്ച് പറയുന്നതാണ്. ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളിലാണ് ഇത് കാണുന്നത്. 1:3 എന്നാണ് റേഷ്യോ അവർ പറയുന്നത്. അതിൻ്റെ ജെന്യുവിനെസ് ഒന്നും എനിക്കറിയില്ല. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റഡി. ആൻഡ് ദ ഫാക്ട് ഈസ് ഓൾസോ shows that most of the starlets who are caught for shoplifting are girls only, gents nekal, or because they are attracted towards, even children also, they are attracted towards gold, they are attracted towards this some good pencil or even erase and all that. ഇതാണ് കെപ്റ്റോമാനിയ.
ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. ഈ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ന്യൂറോ സയൻസ് ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ദിസ് ഡിസോർഡർ ഇസ് ലാറ്റൻ ഇൻ ഓൾ ഹ്യൂമൻ ബീയിങ്സ് ബട്ട് kleptomania is commonly found prevalent in upper class of society. Even in children, this tendency is noticed, but as they grow slowly, it disappears in majority of people. It is also found in research, females are more prone to the disorder in the ratio 3:1. Many research and studies have been conducted on this subject. ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്ന സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ന്യൂറോ സയൻറ്റിസ്റ്റാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ആസ് യു ഗോ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇത് ബ്രെയിനിലുള്ള ഒരു തകരാറാണിത്. അത് വെച്ചാൽ പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല, അതിൻ്റെ ഡിസോർഡർ കൊണ്ടാണ് ഇത് വരുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് വൈ ഓൾ ഓഫ് അവർ ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ ദാറ്റ് ബ്രെയിൻ. അപ്പം അതിൽ ചെറിയ ഡിസോർഡർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ വരും. These studies involve contribution from psychologists, psychiatrists, and neuroscientists. ഈ കാര്യം നെയിംസും ഞാൻ ആൾക്കാരുടെ അവരുടെ റിസർച്ചിനെ പറ്റിയോ അതിനെ പറ്റിയോ അധികം സംസാരിക്കുന്നില്ല. ഇന്നത്തെ സിഗ്മണ്ട് ഫ്രോയിഡ്, ഡേവിഡ് എൻ മില്ലർ, ഡൊണാൾഡ് ബക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ they have done I mean very good contribution toward this. ഡോക്ടർ സാബുവിന് അറിയാം, സാബു പഠിച്ചതായിരിക്കും ഇതൊക്കെ അല്ലേ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതൊക്കെ വലിയ സ്റ്റഡിയാണത്. ബിക്കോസ് it's a very complex subject. അതാണ്. പിന്നെ വാട്ട് ഈസ് ദ റീസൺ ഫോർ ക്ലിപ്റ്റോമാനിയ? നമുക്കിപ്പം കഥയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ക്ലിപ്റ്റോമാനിയയ്ക്ക് ഇത് വരാൻ കാരണം? Kleptomania is classified as an impulsive control disorder. Impulse control disorder. നേരത്തെ പറഞ്ഞു, it is distinct from ordinary theft because it is driven by an uncontrollable urge to steal items that are not needed for any financial gain or personal use. അവർക്ക് അത്യാവശ്യമൊന്നും ഇല്ല, പക്ഷെ മോഷ്ടിക്കാൻ, പക്ഷേ എടുത്തിരിക്കും. Episodes of stealing are often followed by feeling of guilt or remorses. There are cases ഈ ക്ലെപ്റ്റോമേനിയ സാധനം എടുത്തിട്ട് because of the guilt people have even committed suicide. They'll go to extreme. അതൊക്കെയാണ് ഡിപ്രഷൻ വരും. പിന്നെ അവർക്ക് ആപ്പാടെ ഈ എടുക്കുമ്പോഴേ ഉള്ള സന്തോഷം, എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗിൽറ്റ് കാണും. ചിലവർക്ക് വലിയ സന്തോഷമായിരിക്കും, ചിലർ ഗിൽറ്റ് കാണും. പിന്നെ ചിലരുടെ ഇപ്പോൾ ആൾക്കാർ കളിയാക്കുമ്പോൾ ഒരു ഷെയിം, സോഷ്യൽ ഷെയിമിങ് വരുമ്പോൾ they feel a guilt conscience on even it has even driven people to the point of suicide. So episodes of stealing are often followed by feelings of guilt, remorse at release also. Kleptomania വരാൻ കാരണം റിസൾട്ട്സ് ഇത് റീസൺസ് പറയുന്നത് ബയോളജിക്കൽ റീസൺസ് ഉണ്ട്, സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്, ജെനറ്റിക് റീസൺസ് ഉണ്ട്. നമുക്ക് ഓരോ റീസൺസിനും നോക്കാം. ഡോപ്പമൈൻ. സാറേ സാബു സാറേ, ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ ഒന്ന് പിടിച്ചോണേ കേട്ടോ. എനിക്ക് അതിൻ്റെ ഐ എം നോട്ട് ഇതിനകത്തില്ല. ഈ ഡോപ്പമൈൻ ഒരു എൻസൈം ഉണ്ട്, ബ്രെയിൻ സെക്രറ്റ് ചെയ്യുന്ന എൻസൈം. ഐ തിങ്ക് ഐ എം കറക്റ്റ്. അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ സിമ്പിൾ കാലത്ത് ഒരു 1/4 മണിക്കൂർ നടന്നാൽ മതി, ബ്രിസ്കായിട്ട് നടന്നാൽ മതി. ആഫ്റ്റർ ആദ്യമേ ഉള്ള ക്ഷീണമൊക്കെ വരുന്നത് കുറേ 1/4 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. യു ഫീൽ റിലീവ്ഡ്. ഇതാണ് ഡോപ്പമൈൻ. എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. ഞാൻ പണ്ട് നടക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവൻ ഡോക്ടറാണ്, അവൻ പറഞ്ഞു, ഹരി നന്നായിട്ട് നടക്കുക കേട്ടോ, നന്നാ വേർക്കിട്ട് ഇപ്പോൾ ഒരു ഉത്സാഹം തോന്നില്ല. അത് ഡോപ്പമൈൻ എന്നുള്ള റൈറ്റ് സാബു ആണോ? ഇത് സെക്രറ്റ് ചെയ്യുമ്പോൾ സെക്രറ്റ് ചെയ്യുമ്പോൾ ഒരു we will have a feeling of wellness. We are all right and we are in the cloud in spite of the physical strain. അവിടെയാണ് ഫിസിക്കൽ സ്ട്രെയിൻ ഇരിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം തോന്നുന്നത് ഈ ഡോപ്പമൈൻ സെക്രീഷൻ. ഇതുപോലെയാണ് ഈ ക്ലെപ്റ്റോമാനിയയിലുള്ളവർക്ക് ഈ ഡോപ്പമൈൻ്റെ ഡിസ്ഫങ്ഷൻ അതിത്തിരി കൂടുതലോ കുറവോ ആയിക്കഴിഞ്ഞാൽ ഈ അർജ് വരും. ഈ കൂടുതൽ വരുമ്പോഴാണ് കൈ വയ്യ നീളുന്നത്, ചൊറിയൊക്കെ തുടങ്ങുന്നത്, സാധനമൊക്കെ എടുക്കാൻ തുടങ്ങുന്നത്. ബിക്കോസ് എല്ലാത്തിലും അമൃതം അധികമായ വിഷം എന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ അധികമായ വിഷമാണ്. അത് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇന്ന് നമ്മൾ കണ്ടിട്ടില്ല, ചില കുട്ടികൾക്ക് ഹൈ എനർജറ്റിക് ആയിരിക്കും. എല്ലാവരും പറയും ഷുഗർ ഇതുകൊണ്ടാന്ന് പറയും. ഷുഗർ കൂടുമ്പോൾ കുട്ടികൾ എനർജറ്റിക് ആകും. കൊച്ചു കുട്ടികൾ 3-4 വയസ്സുള്ളവര് ഭയങ്കര ബഹളവും ചാട്ടവും അടിയൊക്കെ ആയിരിക്കും, ബിക്കോസ് ഷുഗറിൻ്റെ ഇത് വരുന്ന പോലെ. അതുപോലെ ഡോപ്പമൈൻ കൂടുമ്പോൾ നമുക്ക് ഒന്നോട് റീസൺ ഈ
ബയോളജിക്കൽ പറഞ്ഞിരിക്കുന്നത് ഡോപ്പമൈൻ ഡിസ്ഫങ്ഷൻ. ദെൻ അതുപോലെ വേറൊന്നാണ് സെറോട്ടോറിൻ. സെറോട്ടോറിൻ അതും വേറൊരു എൻസൈമാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ദിസ് റെഗുലേറ്റ്സ് മൂഡ്. സെറോട്ടോറിൻ റെഗുലേറ്റ്സ് യുവർ മൂഡ്. നിങ്ങൾ സന്തോഷമായിരിക്കുമോ ഇതായിരിക്കുമോ എന്നുള്ളത് നമ്മുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യുന്നതാണ്. അത് കൂടിപ്പോകുമ്പോൾ നിങ്ങൾ ഓവർ ആക്റ്റീവ് ആവുകയും കുറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞ എൻസൈംസ് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദേഹത്ത് നല്ലതുള്ളൂ. അപ്പം ഇതാണ് ബയോളജിക്കൽ റീസൺ. മൂന്നാമത്തെ റീസൺ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. അതിലും ഡിസ്ഫങ്ഷൻ വന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇമ്പൾസീവ്നെസ് നമുക്ക് വരും. വിച്ച് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇമ്പൾസ് കൺട്രോൾ. അതിനകത്ത് ചില അതാണ് ചില ആൾക്കാർ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പണ്ട് ബിഹേവ് ചെയ്യുന്നതല്ല പിന്നെ ബിഹേവ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് എന്നെ തോന്നുന്നു. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഈസ് എ വെരി ഡെലിക്കേറ്റ് ഓർഗൻ. ആ പാട് 5 ഗ്രാം 5 or 10 ഗ്രാം പോലും ഇല്ല അതിന്. നമ്മുടെ ഇപ്പോൾ ഞാൻ 95 കിലോ വെയിറ്റ് ഉള്ളതിൽ എനിക്ക് ആ 5 or 10 ഗ്രാമേ ഉള്ളൂ അതിനകത്ത്. അതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ചെറിയൊരു ബ്രെയിനിലും ആ ലോബിനൊക്കെ ചെറിയൊരു ചുമയേറ്റ് വന്നാൽ ഇൽക്രിയേറ്റ് ഡോസ് ഉണ്ട്. ദീസ് ആർ ആൾ ദി സം ഓഫ് ദി, ഞാൻ എല്ലാം പറയുന്നില്ല, ഉള്ള ബേസിക് ആയിട്ടുള്ള റീസൺ മാത്രമേ പറയുന്നുള്ളൂ. ഈ ബയോളജിക്കൽ റീസൺസ് ഇതാണ്. ഇനി സൈക്കോളജിക്കൽ റീസൺ, ഇത് ഡിപ്രഷൻ കൊണ്ടുവരാം. നമുക്ക് ഇങ്ങനെ മനസ്സ് വിഷമിച്ച് വെച്ച് ഡിപ്രഷൻ ആയിരിക്കുന്നവർക്ക് അവർക്ക് റിലീഫ് കിട്ടാൻ വേണ്ടി സാധനം എടുക്കുക, ആങ്സൈറ്റി കൊണ്ടുവരാം. ആൻഡ് ദ വേഴ്സ്റ്റ് തിങ് ഈസ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. ഈ നേരത്തെ ബാലുവൊക്കെ പറഞ്ഞില്ലേ, അമേരിക്കയിലൊക്കെ സാധനമൊക്കെ ഉപയോഗിക്കാം, ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് വരുന്ന ഡിസോർഡറിലും ഈ ക്ലെപ്റ്റോമാനിയ വരാൻ കാശുള്ളൂ. അതിനകത്ത് ക്ലെപ്റ്റോമാനിയ എന്തായാലും വരും. കാരണം വെച്ചാൽ അവന് കാശ് വേണം, കാശ് മുട്ടിക്കടിക്കാൻ പറ്റത്തില്ല. ദിവസം ആരും ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല, വാങ്ങിക്കണം. നമ്മൾ കേട്ടിട്ടില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സ് കുട്ടികൾ കഴിക്കുന്നത് സ്വന്തം അമ്മയെ അവരെ അസോൾട്ട് ചെയ്യുക, അമ്മയോ സിസ്റ്ററിനെ അസോൾട്ട് ചെയ്യുക, ഈവൻ ദേ ഗോൺ ടു മർഡർ ദം ഫോർ സേക്ക് ഓഫ് പണം സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ. ഇതാണ് സൈക്കോളജിക്കൽ ഫാക്ടർ. പിന്നെ വരുന്നത് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിരുന്നെങ്കിൽ, കൊച്ചിലെ if the child was abused or ill-treated by the foster parents or their own parents or some relations, this type of ഇതൊക്കെ ചെയിൻ റിയാക്ഷൻ ആണ്. ട്രോമ വരുമ്പോൾ മനുഷ്യൻ്റെ ഇക്വിലിബ്രിയം പോകുമ്പോൾ ഏതാണ് അഫക്റ്റ്, ഏത് പോർഷൻ ഓഫ് ദി ബ്രെയിൻ ആണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് ദിസ് മേ റിസൾട്ട് ഇൻ ക്ലെപ്റ്റോമാനിയ. ചില ആൾക്കാർ എന്ത് ചെയ്യും, ട്രോമ വരുമ്പോൾ ഡിപ്രസ്ഡ് ആയിട്ട് വളരെ സൈലൻ്റ് ആവും. ചില വെരി അഗ്രസീവ്. അത് ഓരോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ട്രോമ, ദി നേച്ചർ ഓഫ് ദി ട്രോമ they suffer. The childhood trauma or stress, even stress ഉണ്ടായാലും these are all trigger. ഈ ക്ലിപ്റ്റോമാനിയ ട്രിഗർ എന്നാ പറയുന്നത്. ആ അർജ് വരുന്നതിന് ഈമാതിരി ഈ പെട്ടെന്ന് തൊട്ടുവിടുന്ന പോലെ, ഈ പമ്പരം കറക്കി വിടുന്ന പോലെയാണ് ഇതൊക്കെ. ദാറ്റ് വിൽ ട്രിഗർ ദാറ്റ് ഇമ്പൾസ്. ഇത് ചെയ്യാം, ഇല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് ചെയ്യാം കേട്ടോ. ഇപ്പം അച്ഛനും അമ്മയും ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു ഇയാൾക്ക് ചീത്ത പേര് വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് മുട്ടിച്ചാൽ മതിയല്ലോ വല്ലവൻ്റെ വീട്ടിൽ പോയിട്ട്. അവർക്ക് ഒരു സോഷ്യൽ ലൈഫിൽ അവർക്കൊരു അടിയല്ലേ, മിസ്ബിഹേവ് ചെയ്യുന്ന പോലെ ഇങ്ങനെ വരാം. ക്ലിപ്റ്റോമാനിയ ഈസ് ഓഫൺ അസോസിയേറ്റഡ് ഫീലിംഗ്സ് ഓഫ് ടെൻഷൻ ബിഫോർ ദ തെഫ്റ്റ് ആൻഡ് റിലീഫ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ആഫ്റ്റർ ദി തെഫ്റ്റ്. ഇതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു ഫൈൻഡ്, ജനറ്റിക്കൽ. ജന്മനാ കള്ളനാണെന്ന് പറയുന്നതാണ്. നമ്മുടെ ജീൻസിനകത്ത് ഇതൊക്കെ ഉണ്ട്. ജീൻസിൽ വളരെ ഇൻ്റലിജൻസും ഉണ്ട്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും ഉണ്ട്, സൂക്കേടും ഉണ്ട്. ഈ ജീൻ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാം കമ്പോണൻ്റ് ഉണ്ട്. ചിലർ വളരെ എന്താ പറയുക, ഇതായിട്ട് ഉറങ്ങിക്കിടക്കുന്നതായിരിക്കും, ചിലതൊക്കെ പെട്ടെന്ന് വരും.
ഈ ജനറ്റിക് ആയിട്ടുണ്ട് ക്ലിപ്റ്റോമേനിയ വി ഹാവ് genetic component with a higher likelihood of occurrence in individuals the family history. ഭ്രാന്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് പറയും ഭ്രാന്ത് പറയുന്നില്ലേ ഫാമിലിയിൽ children in the family. It need not be the same for all people, at least as one person. Why even childlessness? എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ്റെ ചേട്ടന് കുട്ടികളില്ല, അദ്ദേഹം ആരും മരിച്ചുപോയി, അവർ കുട്ടികളില്ല. അച്ഛൻ്റെ ചെറിയച്ഛന് കുട്ടികളില്ല. അവരുടെ ഫാമിലിയിലെ എൻ്റെ ചേട്ടൻ മരിച്ച അത് ചേട്ടന് മരിച്ചു, അവരെയും കുട്ടികളില്ല. 3 ജനറേഷനിലും ഉള്ള ഒരു മെയിൽ മെമ്പറിന് കുട്ടികളാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ളതാണ്, ആ ജനറ്റിക്കായിട്ട് വരുന്നതാണ്. അതൊക്കെ ഒരാൾക്കില്ല, ഫസ്റ്റ് ജനറേഷൻ ഒരാൾക്കില്ല, അത് സെക്കൻഡ് ജനറേഷൻ്റെ ഒരാൾക്കില്ല, തേർഡ് ജനറേഷൻ ഒരാൾക്കില്ല. സിമിലർലി ഈ ക്ലിപ്റ്റോമാനിയ ഓൾസോ ഈ പോലുള്ള അതും റൺസ് ഇൻ ദി ഫാമിലി ആൻഡ് ഹിസ്റ്ററി ഓഫ് ഫാമിലി മൂഡ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, ഇതൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ക്ലിപ്റ്റോമാനിയ വരുന്നത് 4 റീസൺ 4 എണ്ണമാണ്: ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ജനറ്റിക് ആൻഡ് environmental. Environmental family. Neurobiological studies reveal kleptomania as a result of dopamine dysfunction, serotonin deficiency, abnormalities of prefrontal cortex, psychological factors like depression, anxiety disorder, and substance use disorder. It may also due to genetic factor in the family history of mood depression, obsessive compulsive disorder, and substance use disorder. So, we have seen what is kleptomania. What is a reason for kleptomania? ഇപ്പോൾ ഇതങ്ങനെ വിടാൻ പറ്റത്തില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഹൗ ടു ഹാൻഡിൽ ക്ലിപ്റ്റോമാനിയ പീപ്പിൾ? അടുത്തത്, ഇത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്ലിപ്റ്റോമാനിയ ഇസ് ഡൺ ഇൻ 2 ways. ഒന്ന് സൈക്കോളജിക്കലായിട്ട് ചെയ്യണം, ഒന്ന് മെഡിക്കേഷൻ മരുന്ന് കൊടുത്ത് ചെയ്യണം. കാരണം വെച്ചാൽ സൈക്കോളജിക്കൽ സൈക്കോളജി ചെയ്യുന്ന വെച്ചാൽ വളരെ പേഷ്യൻസ് വേണം. ഈ ക്ലിപ്റ്റോമാനിയ ഉള്ള പേഷ്യൻസിനെ പോലും, അത് ഫോർ ദാറ്റ് മാറ്റർ എനി പേഴ്സൺ who has got a psychological disorder ഉള്ള ആളെ ട്രീറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റോടുകൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ മരുന്ന് കൊടുത്തോടെ സൂക്കേട് ഭേദമായി എന്ന് പറഞ്ഞ പോലെ നടക്കില്ല. അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് മെത്തേഡുണ്ട്. നമുക്ക് സൈക്കോളജിക്കൽ എന്താ നോക്കാം. കൊഗ്നിറ്റീവ് ബിഹേവിയർ തിയറി, പോപ്പുലർലി നോൺ ആസ് CBV. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്ലിപ്റ്റോമാനിയ വരുന്നത് ഒരു ട്രിഗർ വരും, ഒരു പൾസ് ട്രിഗർ വരും ചെയ്യാൻ വേണ്ടി. ആ ട്രിഗറിനെ ഐഡൻറ്റിഫൈ ചെയ്യും ഇങ്ങനെയുള്ള തിയറി. അതായത് എപ്പോഴാണ് ട്രിഗർ വരുന്ന? ഒരു ഗ്യാതറിങ്ങിന് പോകുമ്പോൾ, ഒരു ഗെറ്റ് ടുഗദർ, ദർ വിൽ ബി ട്രിഗർ വിൽ ബി ദെയർ. ട്രിഗർ എന്ന് വെച്ചാൽ തോക്ക് പോലെ നിൽക്കുകയല്ല, ഒരു ഒക്കേഷൻ വരുന്നു, അവിടെ മോഷണം നടക്കും. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് ത്രൂ പാറ്റേൺ, തോട്ട് പാറ്റേൺ വെച്ചിട്ട് ലീഡ് സ്റ്റീലിംഗ്, ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എടുക്കാന്നുള്ള ഫീലിംഗ് വരും. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യും. അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് അത് സെൽഫായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു അഡ്വൈസ്. അപ്പോൾ എന്തു പറയും, നമ്മളടുത്ത് കഴിയുന്നതും ക്ലിപ്റ്റോമാനിയ ഉള്ള ആളെ നമ്മൾ കഴിയുന്നതും പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത്, അതായിരിക്കും പറയാൻ പോകുന്നത്. നല്ല നിങ്ങൾക്ക് മോട്ടിക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ്, കുറച്ച് ദിവസം അങ്ങനെ നിങ്ങളെ മാറ്റി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ആ ഇമ്പൾസ് കുറയും, മോട്ടിക്കാനുള്ള ഇമ്പൾസ് കുറയും, നിങ്ങളുടെ ആ തോട്ട് പാറ്റേൺ ഒക്കെ മാറും. ദാറ്റ് ഈസ് ഹൗ ദ കൊഗ്നിറ്റീവ് ബിഹേവിയർ തിയറി. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ദാറ്റ്സ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. നിങ്ങൾ പോകാതിരുന്നാൽ പ്രശ്നമില്ല, ആ കുറച്ച് ദിവസത്തേക്ക് ഇയാളെ കൊണ്ടുപോകണ്ട. രണ്ടാമത്തത്, ദിസ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തിയറി പോപ്പുലർ ഓൺ CBT. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ ട്രിഗേഴ്സ് ആൻഡ് തോട്ട് പാറ്റേൺ ദാറ്റ് ലീഡ് ടു സ്റ്റീലിംഗ്. ബിഹേവിയറൽ ടെക്നിക്സ്, അതായത് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിവിടെ ഈ കുറച്ചുകൂടെ ക്ലിപ്റ്റോമാനിയ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഗ്രൂപ്പിനാണ് സ്റ്റീൽ ചെയ്ത് ഇത് നിനക്ക് വേണ്ട, ചുമ്മാ തിരിച്ച് നാളെ ഞാൻ മോട്ടിച്ചില്ല, നാളെ കൊടുത്തേക്കുമല്ലോ. നോ, മോഷണം തന്നെയാണ്, അടുത്തും ചെയ്യരുത്. അതൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അഡ്വൈസ് ചെയ്ത് അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളൊക്കെ കൊച്ചിലെ വീട്ടിൽ വയസ്സായവർ വേണം, അവർ എങ്ങനെ ബിഹേവ് ചെയ്യണം. നിങ്ങൾക്ക് വീട്ടിലെന്ന് വെച്ചാൽ സോഷ്യൽ ഒരു സെറ്റപ്പിൽ ഒരു ഗ്യാതറിങ്ങിൽ പോയാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഈ പണ്ട് അപ്പൂപ്പന്മാരും
അല്ല ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വഴക്ക് പറയാൻ മാത്രമല്ല, ഈ എങ്ങനെ ബിഹേവിയർ ടെക്നിക്സ് ചെയ്യാനുള്ളൂ. Behavior technique. Then there is another called exposure response prevention, commonly known as ERP. അതായത് ഈ സ്ലോലി എങ്ങനെയായി ഇത് വരുന്നത്, നമുക്ക് ക്ലിപ്റ്റോമാനിയ വരുന്നത് വെൻ യു ഹാവ് ഗോട്ട് ഓപ്പർച്യൂണിറ്റി, വെൻ ദർ ഇസ് എ ട്രിഗർ, അതിലെ യു സ്ലോലി എക്സ്പോസ് ചെയ്യും. സ്ലോലി എക്സ്പോസ് ചോദിച്ചാൽ ഇയാളുടെ കൂടെ ഒരാളെപ്പോഴും കൂടെ കാണും. ഇയാളെ കൈ പയ്യെ നീളുമ്പോൾ കൈ അങ്ങ് പിടിച്ചേക്കും, ആരും അറിയാതെ. അങ്ങനെ already has been told how to behave and all that. Then slowly expose him to situations where he can indulge in kleptomania. അങ്ങനെ വരുമ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. വാട്ട് ഇസ് എക്സ്പോഷർ? ഇത് കാണുമ്പോൾ, എക്സ്പോഷർ കാണുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ഇസ് ടു സ്റ്റീൽ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഉള്ള ടെക്നിക്കാണ് ERP. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ ട്രീറ്റ് ചെയ്യാൻ പേഷ്യൻസ് കുറേ വേണം, അല്ലാതെ അത്ര പെട്ടെന്നൊന്നും നടക്കുകയില്ല. കഴിയുന്നതും ഫാമിലി മെമ്പറും വളരെ ക്ലോസ് ആയിട്ട് ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് വിചാരിച്ചാൽ മാത്രമേ ഇത് നിർത്താൻ പറ്റത്തുള്ളൂ. ദെൻ അവേഷൻ തിയറി, ഇതൊക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അവേഷൻ തിയറി എന്ന് വെച്ചാൽ മോട്ടിച്ചാൽ അതിന് കോൺസിക്വൻസ് എന്തായിരിക്കും? ശിക്ഷ വരും. യു വിൽ ബി പണിഷ്ഡ്, വിൽ ബി ഷെയിം ടു യു, ഷെയിം ടു യുവർ ഫാമിലി, സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഇതാകും. അങ്ങനെ അവേഷൻ, അതായത് അവേഷൻ തിയറി എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റ് ചെയ്യുക, ഇത് ചെയ്താൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് ട്രൈ ടു അവോയ്ഡ് ടു ഇൻഡൽജ് ഇൻ ക്ലെപ്റ്റോമാനിയ, മോഷണം. അത് ആദ്യം പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല, ബിക്കോസ് നിങ്ങളുടെ ഡോപ്പമൈൻ ആദ്യം മറ്റവൻ എടുക്കാനാണ് പറയുന്നത് ആദ്യം. ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ഇങ്ങനെ ഈ ഒന്നോ രണ്ടോ മൂന്നോ 4 സെഷൻ തെറാപ്പി കഴിയുമ്പോൾ മാത്രമേ കാര്യം മനസ്സിലാവത്തുള്ളൂ. കവേർഡ് സാനിറ്റൈസേഷൻ, that is visualization, look stealing with a highly unpleasant consequence like shame, guilt. It is the same thing that aversion theory പോലെ നീ വിഷ്വലൈസ് ചെയ്ത് നോക്കൂ, നിന്നെ പിടിച്ചാൽ, if you are caught, people will, you can be even punished by court of law, or people can boycott you, social boycott, stigmatization of the family. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക, ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താകും, അതുകൊണ്ട് നീ ചെയ്യരുത്. പിന്നെ മോട്ടിവേഷണൽ ഇൻ്റർവ്യൂ, ടോക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, അതാണ് കാരണം. ഈ നേരത്തെ പറഞ്ഞ തന്നെ തിരിച്ച് പറയുക. അവർ ഇത് പറഞ്ഞെല്ലാം റിപ്പറ്റേറ്റീവ് ആണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വരും. പക്ഷേ സോർട്ട് ഓഫ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ സാധാരണ മോട്ടിവേഷണൽ ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? ടു എൻകറേജ് പീപ്പിൾ ടു ഡു സംതിങ്. ഇവിടെ മോട്ടിവേഷൻ ടോക്ക് ഈസ് റിവേഴ്സ് ഗിയറിലാണ്, ഡോണ്ട് ഡു ദീസ് തിങ്സ് എന്നുള്ള ആ ട്രെൻഡിലാണ് മോട്ടിവേഷൻ ഇൻ്റർവ്യൂയിങ് പീപ്പിൾ ഇൻ ആസ് MI മെത്തേഡ്. ശരിയാണോ സാബു പറയുന്നത്? MI ആണോ? മോട്ടിവേഷൻ ഇൻ്റർവ്യൂയിങ് പോപ്പുലർ MI മെത്തേഡ്. So engage motivation speeches so that to stop stealing. ഞാൻ നേരത്തെ പറഞ്ഞ usually our motivation talks deals with motivating people to do some action. You do this, you do that എന്ന് പറയുന്നത്. Here just stop the don't do this, അങ്ങനെയുള്ള ടോക്സ് ഒക്കെ എക്സ്പോസ് ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് തിയറി, this is last ആണ് ഗ്രൂപ്പ് തിയറി, where you are sharing your experiences, accountability. ഈ ക്ലെപ്റ്റോമാനിയ ആയിക്കൊണ്ട് ബാധിച്ച ആൾക്കാർ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവർക്ക് എന്തെങ്കിലും അവരെടുത്ത് ബാക്കിയുള്ളവർ അവരുടെ പറയാം, ഞാൻ ഇങ്ങനെ മോട്ടിച്ചപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇതായിപ്പോയി, എൻ്റെ ഫാമിലിക്കൊക്കെ വലിയ വിഷമമായിപ്പോയി. ഒരു ഈ ക്ലെപ്റ്റോമാനിയായി വന്ന ആൾക്കാർ തമ്മിലുള്ള ഡിസ്കഷൻ ഷെയർ ചെയ്യുമ്പോഴേ അത് കഷ്ടമായിപ്പോയി, അയാൾക്ക് ഇങ്ങനെ മാനം കിട്ടും, അതുപോലെ നമുക്ക് വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെ മനസ്സിനകത്ത ഫീലിംഗ് വരാൻ വേണ്ടിയുള്ളതാണ് ഗ്രൂപ്പ് തിയറി. ഇതാണ് സൈക്കോളജിക്കലുള്ള ട്രീറ്റ്മെൻറ്റ്. ഇനി മെഡിക്കൽ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത് വരുന്ന ക്ലെപ്റ്റോമാനിയ വരാൻ കാരണം ബിക്കോസ് ഓഫ് ദി സെറോട്ടോണും
ബാക്കിയുള്ളതൊക്കെ ഡോപ്പമിനും സെറോട്ടോണൊക്കെ അതിൻ്റെ കൂടുതൽ കുറവ് കൊണ്ടാണ് വരുന്നത്. സെലക്റ്റീവ് സെറോട്ടോണിൻ റിപ്റ്റക് ഇൻഹിബിറ്റർ യൂസ് ടു റിഡ്യൂസ് ഇമ്പൾസീവ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. ഈ SSRI എന്ന് പറഞ്ഞ മെത്തേഡ് ഇത് കൊടുത്താൽ ഡിപ്രഷൻ കാണത്തില്ല, ഇമ്പൾസിവിറ്റി കാണത്തില്ല. വാട്ട് ഇസ് ഇമ്പൾസിവിറ്റി? ടു സ്നാച്ച്, ടേക്ക്. അത് കുറയ്ക്കാൻ വേണ്ടി, അത് കൂടുമ്പോഴാണ് ഇത് വരുന്നത്, നിങ്ങൾക്ക് എടുക്കാനുള്ള ഇത് വരുന്നത്. ഈ ഡോപ്പമിനാണോ സെറോട്ടോണാണ് വരുന്നത്. അടുത്തത് നാൽട്രക്സ്റ്റോൺ മെത്തേഡ്. നേരത്തെ പറഞ്ഞു ഈ മോട്ടിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ, സന്തോഷം വരും, പ്ലഷർ വരും. അത് റെഡ്യൂസ് ചെയ്യാൻ, പ്ലഷർ വന്ന് സന്തോഷമായിരിക്കും, കൈ സാധനം കിട്ടിയാലും സന്തോഷം, ആ സന്തോഷം വരാൻ പാടില്ല. അതിനാണ് ഈ മരുന്ന് കൊടുക്കുന്നത് നാൽട്രക്സ്റ്റോൺ. ഇതെല്ലാം ഡോക്ടറിൻ്റെ അഡ്വൈസറോടെ ചെയ്യാവൂ, അല്ലാതെ നമ്മളായിട്ട് സെൽഫ് മെഡിക്കേറ്റ് ചെയ്യരുത്. വേറെ പ്രശ്നങ്ങളിൽ ചാടുന്നത് കൊടുക്കും. വളരെ കെയർഫുള്ളായി ചെയ്യാൻ, അതാ പറഞ്ഞു ഇതുവരെ ചെയ്യാൻ. ബിഹേവിയറൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി നേരത്തെ പറഞ്ഞ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇങ്ങനെയൊക്കെ വരും. ദീസ് വിൽ ബി ദി കോൺസിക്വൻസസ്. യുവർ ഫാമിലി വിൽ ബി put to shame. People will boycott your family, will boycott you. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കാം. പിന്നെ വേറെങ്കിലും ഡിസോർഡറെ കാണുമെന്ന് പറഞ്ഞില്ലേ, ഈ സബ്സ്റ്റൻസ് യൂസേജ്, ഡിപ്രഷനൊക്കെ, അതുകൊണ്ടും ക്ലിപ്റ്റോമേനിയ വരാം. അതൊക്കെ അഡ്രസ്സ് ചെയ്യുക, അതിനൊക്കെ മരുന്ന് കൊടുക്കുക. സപ്പോർട്ട് ആൻഡ് എൻകറേജ് ഫാമിലി ഗെറ്റ് ടുഗദർ ആൾക്കാരായിട്ട്. കാരണം വെച്ചാൽ യൂഷ്വലി ക്ലിപ്റ്റോമേനിയ ഉള്ള ഒരാളെന്ന് വെച്ചാൽ ഭ്രാന്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ എല്ലാവരും people try to keep away from him. That will create more problem. Because he will be depending upon his nature. ചിലപ്പോൾ അഗ്രസീവ് ആവാം, ചിലപ്പം ഇത് വരും, എന്തോന്ന് മറ്റുള്ള പക കിട്ടാനുള്ള ഒരു ഇത് വരും. എന്നെ എല്ലാവരും ഒതുക്കി കളഞ്ഞല്ലേ, കാണിച്ചു കൊടുക്കാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഫാമിലി സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഫാമിലി ഷുഡ് ടേക്ക് ഹിം അലോങ് വിത്ത് ഹിം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡിസേബിൾഡ് കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അച്ഛനമ്മയോ വേണ്ട, അവന് വയ്യാത്തവൻ, അവളോ വയ്യാത്തതാണ്, നമുക്ക് കൊണ്ടുപോയാൽ നമ്മുടെ ഇമേജ് അങ്ങ് പോകും. പല പേരൻസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികൾ ഒതുങ്ങിയിരിക്കും. ഞാൻ ചെറിയൊരു കഥ പറയാം. മഹാബല റാവു എന്ന് പറഞ്ഞിട്ടൊരു IAS ഓഫീസർ ഉണ്ടായിരുന്നു കേരളത്ത്. മഹാബല റാവു വാസ് എ കൊച്ചിൻ പോർട്ട് ഇതായിരുന്നു. അപ്പം ഞാൻ സ്കൂൾ PDക്ക് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ട്രിവാൻഡ്രത്ത് തെക്കാട് ഹൗസ്, മിനിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്ന ഏരിയയിലാണ് അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കുട്ടികളുടെ ഡിപ്രഷൻ വരുന്ന ഇത് പറയുകയാണ്. അപ്പം ഞാനൊക്കെ ഇൻസ്പെക്ട് ഓഫ് മൈ ലിമിറ്റേഷൻസ്, ഫിസിക്കൽ ലിമിറ്റേഷൻ, ഐ യൂസ് ടു ഗോ എവറി ഈവനിങ്. ഐ യൂസ് ടു കം ടു തെക്കാട് മൈതാനം. അവിടെ ക്രിക്കറ്റ് കളിയും ഹോക്കി കളിയും ബോളാണ്. ഞാൻ കളിക്കില്ലെങ്കിൽ കളിച്ച് ബഹളം ഉണ്ടാക്കാനും കൂലൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം എൻ്റെ ഫാദറിന് മഹാബല റാവുവിന് മെസ്സേജ് വന്നു. മിസ്റ്റർ ബഹുദീശ്വരൻ, അച്ഛൻ്റെ പേര് ബഹുദീശ്വരൻ, ക്യാൻ യു ബ്രിങ് യുവർ ബോയ് ടു മൈ ഹൗസ് എന്ന് ചോദിച്ചു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഈ മഹാബലിന്റെ ടൈം വാസ് ഒരു സീനിയർ IAS ഓഫീസർ, എന്തിനാണ് വിളിക്കുന്നത് അച്ഛൻ പറഞ്ഞില്ല, ഒന്ന് വിളിച്ചോണ്ട് വരാമോ എന്ന്. അപ്പോൾ ഞാൻ അച്ഛൻ പറയടാ, നീ എന്തുവല്ലം കാണിച്ചോ അവരുടെ വീടിന് മുമ്പ് വെച്ച്? ഞാനും കാണിച്ച ബഹളം, ഞങ്ങൾ ബഹളമൊക്കെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അല്ല ഇങ്ങനെ റാവു വരണം എന്ന് പറഞ്ഞില്ല, പോവാന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ റാവു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പോയപ്പോൾ ഇതാണ് എൻ്റെ മോൻ, അതേ ഐ നോ ഹിം ബിക്കോസ് ഐ യൂസ് ടു സീ ഹിം ക്വൈറ്റ് റെഗുലർലി ഇൻ ദ മൈദാൻ ഹിയർ, enjoying his time, evening time with his friends and watching. Why I asked him to come here? Ask him to motivate my boy. എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മകനുണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, ആരടുത്ത് മിങ്കിൾ ചെയ്യാൻ. അവിടെ നോക്കിയപ്പോൾ മോനും ഈ ക്വാളിറ്റിയും ഇവരാണ് കർണാടകക്കാരാണ്. ആ പയ്യനെ വിളിച്ചപ്പോൾ ആ പയ്യൻ വരുന്നില്ല. അപ്പുറത്ത് അമ്മയുടെ സാരിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹാർഡ്ലി 10-12 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ ഹോളി ഏഞ്ചൽ കോളേജ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഹോളി ഏഞ്ചൽ സ്കൂൾ ട്രിവാൻഡ്രം ഉള്ളവർക്ക് അറിയാം, സപ്പോസ് ടു ബി ഒരു അപ്പൻ്റെ സ്കൂളാണ് അന്നത്തെ കാലത്ത്. ഇന്നൊന്നും ഇല്ല, വലിയ വലിയ ആൾക്കാരെ സ്കൂളാണ്. ഈ കുട്ടിക്ക് ടീച്ചേഴ്സ് യൂസ് ടു ഗീവ് ദം അഡീഷണൽ കെയർ. സീനിയർ IAS ഓഫീസറിൻ്റെ മോനല്ലേ, ഞാൻ സ്പീക്ക് അബൌട്ട് 60s അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അവന് അഡീഷണൽ കെയർ ആണ്. വെളി ഓടാൻ സമ്മതിക്കത്തില്ല, മറ്റുള്ളയിടത്ത് മിങ്കിൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല.
എപ്പോഴും വളരെ കെയർ കൊടുത്തുകൊണ്ടിരിക്കും. വിത്ത് ദ റിസൾട്ട് വാട്ട് ഹാപ്പൻ, ദാറ്റ് ചൈൽഡ് ഹാഡ് ഡെവലപ്ഡ് ഒരു എന്താ പറയാ, ഒരു ബാക്കിലെടുത്ത് മിങ്കിൾ ചെയ്യാൻ വയ്യാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. ആരും മിണ്ടത്തില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാലും അച്ഛനും അമ്മയും വയ്യാത്ത പയ്യനാണ്, വെളിയിൽ ഇവിടത്തെ കളിക്കാൻ വിടത്തില്ല, കൂട്ടുകാരില്ല. അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ബട്ട് മിസ്റ്റർ റാവു ഫൗണ്ട് ബോയ് ഓഫ് കോഴ്സ് മച്ച് ഓൾഡർ ടു ഹിം ഈസ് വെരി ആക്റ്റീവ് ഔട്ട്സൈഡ്. ഹൗ സോ? അതുകൊണ്ട് ആസ്ക് ഹിം കം ആൻഡ് ഗിവ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പയ്യൻ എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല. ആ പയ്യനൊരു വിഡ്രാവൽ സിൻഡ്രോം എന്ന് പറയാൻ വേണമെങ്കിൽ, ബിക്കോസ് ഐ ആം നോട്ട് വാണ്ടഡ് എനിവെയർ ഒരു ഫീലിംഗ് ഒന്നുകൊണ്ട്. അപ്പം അപ്പോഴും ഞാൻ അന്ന് നമുക്ക് വലിയ വിവരമൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല, കുറെ കഥയൊക്കെ പറഞ്ഞ് അങ്ങ് വന്നു. സിമിലർലി ക്ലെപ്റ്റോമാനിയ ഉള്ളവർക്ക് when they don't get the support of the family or the close friends, they will withdraw from the society, which is very dangerous signal. Am I right, Sabu? Very signal. അവര് പിന്നെ ഒരു കേസുണ്ട്, നിങ്ങൾക്ക് കേട്ട് കണ്ടിട്ട്, ഒരു പയ്യൻ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, വീട്ടിൽ നിൽക്കുന്ന ഒരാളെ കൊന്നു, ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അവിടെ. വേറെ ആരുമില്ല, ഞങ്ങളുടെ ഒരു പഴയ കണക്ക് സാറിൻ്റെ ചെല്ലയ്യ എന്ന് പറഞ്ഞ കണക്ക് സാർ ഉണ്ടായിരുന്നു മോഡൽ സ്കൂളിൽ. അങ്ങനെ ഗ്രാൻഡ് സണ്ണാണ്. സ്വന്തം മദറിനെ, സ്വന്തം സിസ്റ്ററിനെ, വീട്ടിൽ നിൽക്കുന്ന ഒരു ആയയെ, അച്ഛനെ അല്ല, അയാൾ കൊന്നുകളഞ്ഞു. This happened somewhere about 10 years back. That boy is behind the bars. ഒരു കാര്യമില്ല, അവൻ അറിയാതെ ചെയ്തു പോയതാണ് അതൊക്കെ. ബിക്കോസ് അവനെന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു, ആൻഡ് ഹി വാസ് നെവർ അലൗഡ് ടു മിങ്കിൾ വിത്ത് അതേഴ്സ്. വലിയ പണമുള്ള ആളായിരുന്നു, പക്ഷെ എന്തു ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെ ആ വിഡ്രോവൽ സിൻഡ്രോം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫാമിലി ഷുഡ് എൻകറേജ് ഹിം ടു സോൾറൈറ്റ്. അന്നിനി മോട്ടി ചെന്നാലേ ഉള്ളൂ, വാട്ട് ഇസ് ദെയർ ആഫ്റ്റർ ആൾ, തിരിച്ചു കൊടുത്തില്ലേ, ഇത് വലിയ കാര്യമാണ്. ഇങ്ങനെയൊക്കെ അവനെ ഈ എന്ത് ഒരു നമ്മളൊരു ഇത് കഴിഞ്ഞാൽ വിൽ ഹാവ് ഗിൽറ്റ് കോൺഷ്യൻസ് ഓൾവേസ്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ വെളിയിലൊക്കെ വലിയ മൂച്ച കാണിച്ചാലും മനസ്സിനകത്ത് ഗുരുഗുരാന്ന് പറഞ്ഞിട്ടിരിക്കും ഒരു ഗിൽറ്റ് കോൺഷ്യൻസ്. അത് ആൾക്കാർ ഓൾറെഡി ലീവ് ഇറ്റ് ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്മൂത്ത് കുറക്കാൻ ശരിയാകും. ആൾക്കാർ അതും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് we will develop a sort of withdrawal syndrome. അതാണ് പറഞ്ഞത് സപ്പോർട്ട്. അതിൻ്റെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതാണ്. ഈ മെഡിസിൻ്റെ കൂടെ ഇത് ചെയ്യേണ്ടതാണ്. ഇത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ചെയ്യേണ്ടത് ഹോസ്പിറ്റലൈസേഷൻ. ഇനി ആരും സംശയമില്ല. അതിൻ്റെ അർത്ഥം ഈസ് ബിയോണ്ട് എനി മെഷർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നത്. ഞാൻ ഇത് എത്രയേ ഉള്ളൂ ടോക്ക്, ബട്ട് ഐ വിൽ എൻഡ് വിത്ത് എ സ്മോൾ റിയൽ ലൈഫ് സ്റ്റോറി. ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത സ്റ്റോറി പറയാം. ഞങ്ങളുടെ ബാങ്കിലൊക്കെ LTC എന്നുണ്ട്, ലീവ് ട്രയൽ കൺസെഷൻ എന്നുണ്ട്, വെളിയിലൊക്കെ പോകാം. എൻ്റെ ബാങ്കിൽ എനിക്ക് ആ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ വൈഫും സിംഗപ്പൂരിൽ പോയി. സിംഗപ്പൂർ പോയവർക്കറിയാം, അവിടെ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ് മുസ്തഫ എന്ന് പറഞ്ഞുള്ളൊരു 24 hours ഇത് ഷോപ്പിംഗ് മാൾ മാർക്കറ്റ്. 24 hours എല്ലാം, എനിത്തിങ് അണ്ടർ സൺ, എനിത്തിങ് യു വിൽ ഗെറ്റ് അണ്ടർ ദാറ്റ് റൂഫ്. എല്ലാ സാധനവും കിട്ടും അവിടെ. വളരെ സിസ്റ്റാണ്. അവന് ചുറ്റും എപ്പോഴും വെളിയിലൊരു അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, വെളിയിൽ സെക്യൂരിറ്റി, നിങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി വന്നിട്ട് ഹു ഹാസ് നത്തിങ് ടു വിത്ത് ദി മുസ്തഫ. ഈ സെക്യൂരിറ്റി ഈസ് എ സ്പെഷ്യൽ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്ത് സിംഗപ്പൂർ പോലീസ്. ആൾക്കാർ ഷോപ്പ് ലിഫ്റ്റിംഗ് നടക്കാതിരിക്കാൻ വേണ്ടി, ബിക്കോസ് ഇത് ടൂറിസ്റ്റ് സെൻറ്റർ, ഷോപ്പ് ലിഫ്റ്റിംഗ് ഇട്ടോടെ നടക്കും. ബാർകോഡ് മറ്റേ നിങ്ങൾ എന്തെങ്കിലും അൺപെയ്ഡ് ഐറ്റം വന്നാൽ ഉടനെ എങ്ങനെയെങ്കിലും ബില്ലടിക്കും ഇല്ലേ, ബാർകോഡ് ക്യാൻസൽ ആവില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ പറഞ്ഞ വ്യക്തിയും വൈഫും പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോൾ കിണങ്ങിണെങ്കിൽ ബെല്ലടിച്ചു. സെക്യൂരിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് പോലീസ് ഇൻഫോം ചെയ്യും, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പോലീസ് വന്നു, അറിയാതെ എടുത്ത് യു ഹാവ് കം ഔട്ട്. ഇനിയിപ്പം മുസ്തഫ എടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുസ്തഫ ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറിൽ
അവർക്ക് ഇനിയൊന്നും പറയാൻ പറ്റത്തില്ല. ദേ കാൺട്ട് സേ കണ്ടോൺ ചെയ്യുമെന്ന് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കോപ്പറേറ്റ് വിത്ത് പോലീസ് വന്ന് ഹസ്ബൻഡിനെയും വൈഫിനെയും വിളിച്ചോണ്ട് പോയി. ചെറിയ ഐറ്റം $10-15 എന്തോ എടുത്തിട്ടുള്ളൂ. അവർ 10, 200, 300, 400 സാധനം വാങ്ങിച്ചിട്ടാണ് ഇത്രയും ചെയ്തത്. അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എക്സ്പ്ലെയിൻ അവരെ ആപ്പാട് അപ്സെറ്റ് ആയിപ്പോയി. അവരെ ലേഡി അവരറിയാതെ എടുത്താണോ അറിഞ്ഞുകൊണ്ട് എടുത്താണോ അറിയില്ല. അവരുടെ ബാഗിനകത്ത് അൺപെയ്ഡ് ഐറ്റംസ് 2-3 ഉണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തു. അപ്പോൾ പോലീസ് പറഞ്ഞു, അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് നാളെ തിരിച്ച് ഇന്ത്യക്ക് പോകാനുള്ളതാണ്. അവർ പറഞ്ഞു പോകാൻ പറ്റില്ല, കേസ് കഴിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് യു ക്യാൻ ഗോ ബട്ട് ഷീ വിൽ ബി റിട്ടേൺ ഹിയർ. അല്ല, ഭാര്യയെ ഞാൻ വിട്ടിട്ട് പോകില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമുക്കൊരു ഷുവർട്ടി വേണം. ഒരു ഷുവർട്ടി കൊണ്ടുവന്ന് ഞങ്ങൾ ആളെ അയച്ചു തരാമെന്ന് പറഞ്ഞു, വിടാമെന്ന് പറഞ്ഞു. ബട്ട് ടുമോറോ ഷി ഹാസ് ടു വി വിൽ പ്രസന്റ് ബിഫോർ ദി കോർട്ട്. അവിടെ അങ്ങനെയാണ് സിസ്റ്റം. പിറ്റേ ദിവസം കോർട്ട്, ഇവിടുത്തെ പോലെയല്ല, അവിടെ കോർട്ടിൽ കൊണ്ടുപോകും. അപ്പം ക്വസ്റ്റ്യൻ വന്നു, ഓക്കെ ഈ സെറ്റ് ഐ വിൽ ആസ് ഈ കോൺടാക്റ്റഡ് ദി ഇന്ത്യൻ, ഞങ്ങൾക്ക് ഇന്ത്യൻ ബ്രാൻഡ് അവിടുത്തെ മാനേജറിനെ വിളിച്ചു. അയാൾ ഓടി വന്നു, കൊളീഗല്ലേ ഓടി വന്നപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ കൊളീഗല്ലേ പറഞ്ഞു. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലീസ് ചോദിച്ചത്, ഹാവ് യു ഗോട്ട് സിംഗപ്പൂർ സിറ്റിസൺഷിപ്പ് എന്ന് ചോദിച്ചു. ഇല്ല, ഐ ആം വർക്ക് പെർമിറ്റ് വന്നിരിക്കുകയാണ്. വി കാണ്ട് അക്സെപ്റ്റ് ദാറ്റ്. വി വിൽ അക്സെപ്റ്റ് ദി ഷുവർട്ടി ഓഫ് ഓൺലി എ സിംഗപ്പൂർ സിറ്റിസൺ. അവിടെ അയാളുടെ PA സിംഗപ്പൂർ പെൺകുട്ടിയാണ്, സിംഗപ്പൂരിൽ ജനിച്ച പെൺകുട്ടിയാണ് അവിടുത്തെ അയാളുടെ PA. വിളിച്ചു വന്നത് സംസാരിച്ചു. അപ്പം പോലീസുകാർ പറഞ്ഞു, അപ്പോൾ ഇയാൾ കുറേയൊക്കെ നോക്കി, സാറേ ഇറ്റ്സ് നോട്ട് അവർ സിസ്റ്റം ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഹിയർ. ഞങ്ങളുടെ ഇൻസിഡൻസ് ഓൺസ് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ്, അവർ ഡ്യൂട്ടി ഈസ് ഓൺലി ടു പ്രൊഡ്യൂസ് ബിഫോർ കോർട്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള അധികാരമില്ല. One thing is there, if you accept your guilt, judge will take a lenient view and let you off. If you contest, he will give punishment. നാളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമായിരിക്കും. ജഡ്ജ് ഓക്കെ $100 ഫൈൻ കൊണ്ട് പൊയ്ക്കോളാൻ പറയുമായിരിക്കും. നിങ്ങളെല്ലാം കണ്ടസ്റ്റ് അറിഞ്ഞില്ല ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, then you will engage a lawyer and പ്രൊസീഡ്. then ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. അപ്പോൾ ഇയാൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അറിയാതെ ഇയാൾ പറഞ്ഞു പോയി. ഈ സംസാരത്തിനിടയിൽ അറിയാല്ല ഇത്. അപ്പം ചോദിച്ച, നാച്ചുറലി എവരിബഡി ഫെൽറ്റ് സിമ്പതി ഫോർ ദറ്റ് ജെന്റിൽമാൻ. ലേഡിയൊന്നും മിണ്ടുന്നില്ല, അവർ ആ പാട്ട് അപ്സെറ്റ് ആയിരിക്കുക. അയാൾ പറഞ്ഞു വലിയതാണ്, പക്ഷേ എവിടെ പോയാലും കൊണ്ടോ ഇവർക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, എന്തോന്ന് കുഴപ്പമുണ്ടോ ചോദിച്ചപ്പോൾ ഇങ്ങനൊരു ക്രിപ്റ്റോമാനിയുടെ സൂക്കേടുണ്ട് ആ കുട്ടിക്ക്. ഓ അത് ശരി. വരുമ്പോൾ അതിന് ഇന്ന് കാലത്ത് അതിൻ്റെ മെഡിസിൻ കഴിച്ചില്ല, അതാണ് ഇങ്ങനെ വന്നതെന്ന്. ഷീസ് അണ്ടർ മെഡിക്കേഷൻ ആണെന്ന്. അപ്പോൾ പോലീസ് ഓഫീസർ ചോദിച്ചു, ഈ മെഡിക്കേഷനിൽ എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ടുണ്ട്, മെഡിസിൻ ഉണ്ട്, പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. യെസ്, യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. കുറ്റം അവരായിട്ട് ചെയ്തതല്ല, ബിക്കോസ് ഓഫ് ദി ഡിസീസ് ആൻഡ് ഷീസ് അണ്ടർ ട്രീറ്റ്മെൻറ്റ്. യു ഹാവ് ഗോട്ട് ദി മെഡിസിൻ വാങ്ങിച്ച മെഡിസിനും ഉണ്ട് കയ്യിൽ, പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം ദി ഡോക്ടർ വിൽ ടേക്ക് ജഡ്ജ് വിൽ ടേക്ക് എ വെരി ലീനിയൻ വ്യൂ, ബിക്കോസ് പർപ്പസ് അറിഞ്ഞുകൊണ്ട് ചെയ്ത കേസല്ല, ഇങ്ങനെ എടുത്തോണ്ട് വിടും. പിറ്റേ ദിവസം പോയി അതുപോലെ പറഞ്ഞു കൊടുത്തു. അഫ്കോഴ്സ് നോമിനൽ ഫൈൻ ഓഫ് $10 എന്തോ ചെയ്തുള്ളൂ. എന്ന് വെച്ചാൽ ഫൈൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ഫൈൻ അതൊന്നുമല്ല. എല്ലാം കഴിഞ്ഞ് വിട്ടു, പിറ്റേ ദിവസം പോകാൻ പറ്റി. പക്ഷേ ഈ ഇമിഗ്രേഷൻ വന്നപ്പോൾ ഒരൊറ്റ സ്റ്റാമ്പ്, നോ മോർ എൻട്രി ടു സിംഗപ്പൂർ അടിച്ചു കൈ കൊടുത്തു. സിംഗപ്പൂർ അതാണ് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സിംഗപ്പൂർ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ലെപ്റ്റോമാനിയ ഉള്ള ആൾക്കാരടുത്ത് അഫ്കോഴ്സ് ലെറ്റ് us ഹാവ് സിമ്പതി ഫോർ ദം. നമ്മൾ അവരെ തള്ളി വയ്ക്കരുത്, അവരുടെ അടുത്ത് വളരെ സ്നേഹമായിരിക്കണം. നമ്മൾ അവരെ ഈ മെയിൻ സ്ട്രീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എപ്പോഴും നോക്കണം. അല്ലാതെ കുറ്റം പറഞ്ഞ് അവരുടെ സിറ്റുവേഷൻ മോശമാക്കാൻ പാടില്ല എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നിർത്തുന്നു. വളരെ താങ്ക്സ്. താങ്ക് യു സർ. വളരെ സന്തോഷം. ഈ 1400-ാമത്തെ ദിവസം വളരെ മനോഹരമായ ഒരു സൈക്കോളജിക്കൽ ക്ലാസ്സാണ് ക്രിപ്റ്റോമാനിയ എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് സാർ എടുത്തത്. അത് തികച്ചും മനോഹരമായിരുന്നു. അതിൻ്റെ എല്ലാ വശങ്ങളും എന്താണ് ഈ പ്രോസസ്സ് എന്നും
എങ്ങനെയാണ് ആ പ്രോസസ്സ് ഉണ്ടാകുന്നതെന്നും അതിന് എന്തൊക്കെ പ്രതിവിധികളാണെന്നും അനേകം ഉദാഹരണങ്ങളും ഒക്കെ സാർ അത് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. റിയലി വണ്ടർഫുൾ ക്ലാസ്. ഇപ്പോൾ എന്താ പറയുന്നത്, സൈക്കോളജിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്സുകാരനായി എന്ന് വേണം വിശ്വസിക്കാൻ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വിലയനൻ സർ. ഇപ്പോഴാണ് എനിക്ക് ഞാൻ ചോയ്സ് റോങ് പ്രൊഫഷൻ. യെസ്, ഇപ്പോഴാണ് പ്രൊഫഷണൽ ആയത്. യെസ്. സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ക്ലെപ്റ്റോമേനിയ ഉള്ള ആ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലോ വിദേശത്തോ ഉള്ളവരെ അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി ഫിലിം സ്റ്റാർസിലാണ് കൂടുതൽ. നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലാണ് ഇത് കൂടുതൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നൈസാം ഓഫ് ഹൈദരാബാദ് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒക്കെ നൈസാമിനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല, വലിയ കാശാണ്. അവർ ചില ആൾക്കാർക്ക് ഈ സാധനം എന്തെങ്കിലും ഒരു അട്രാക്ട് സാധനം കണ്ടെങ്കിൽ കൈ നീളും. അതുപോലെ നമ്മളൊക്കെ ഒരു ബൽദേവ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നതെന്ന് കളിയാക്കി പറയും. ഇമാജിനറി, അങ്ങനെ എവിടെ പോയാലും ഈ സാധനം ഒട്ടിക്കുക. നെഹ്റുവിൻ്റെ ജോലി ഇതായിരുന്നു പണ്ട്. അങ്ങനത്തെ പോക്കറ്റ് സിൽവർ സ്പൂൺ എടുത്തിട്ട് ഐ ക്യാൻ ഷോ യു ഊണ് കഴിക്കുമ്പോൾ ഈ പ്ലേറ്റിലുള്ള സ്പൂൺ അങ്ങനെ ബൽദേവിൻ്റെ പോക്കറ്റ് പോയത് എടുത്ത് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയാം. പക്ഷെ ഇതാ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് വെളിയിൽ അറിഞ്ഞാൽ ഒരു ഇതാണ്, എന്താ സ്റ്റിഗ്മയാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് വെളിയിൽ ആരും പേര് പറയത്തില്ല. പക്ഷെ നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ രേഖയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ വലിയ ഫേമസ് ആക്ട്രസ് ആയിരുന്ന രേഖയൊക്കെ പണ്ട് സ്റ്റാർലെറ്റ് ആയിരിക്കുമ്പോൾ ഇപ്പൊ രേഖ കേട്ടാൽ ഒരുപക്ഷെ എനിക്ക് എങ്ങനെ കേസ് കൊടുക്കുമായിരിക്കും. അത് നമ്മൾ പറയാൻ സാറല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ടേ വന്നിട്ടുള്ളതാണ്. ഒരുപാട് പേരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. ഈവൻ ഓൺ പ്രിൻസ്, ഐ ടോൾഡ് യു, സ്വീഡിഷ് പ്രിൻസ് ആണെന്ന് തോന്നുന്നു, ഹി വാസ് അറസ്റ്റഡ് ഫോർ ഡൂയിങ് ദിസ്. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളെ ഈ കൃത്യമായിട്ട് ഒരു നല്ലൊരു ഫിലിം വന്നിട്ടുണ്ട് നമുക്ക്, ഈ കമലഹാസന്റെ മൈക്കൽ കാമരാജ് എന്നുള്ള സിനിമ വന്നിട്ടുണ്ട്, മദൻ കാമരാജ്. അതിനകത്ത് there's a character is there, ക്ലെപ്റ്റോമാനിയ ലേഡി, എൽഡർലി ബ്രാഹ്മിൻ ലേഡി. അവർക്ക് സൂക്കേട് ഇതാണ്, സാധനം എടുത്തോണ്ട് പോവുക. ഇത് അവരുടെ ഗ്രാൻഡ് ഡോട്ടറായി അഭിനയിച്ച ഊർവശി തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ അവർ ഊർവശിയെ പിടിക്കും. ത്രിപുര സുന്ദരിയായിരുന്നു ഊർവശിയുടെ പേര്. നീ ത്രിപുര സുന്ദരിയല്ല, നീ തിരുട്ട് സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് പേരുണ്ട് സാർ, വലിയ വലിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. യെസ് സാർ. കൊച്ചു കുട്ടികളിലെ ഇത് വരുമ്പോ എന്ത് ചെയ്യും സാറേ? കൊച്ചു കുട്ടികളില് ഇത്തരം വാസന ഉള്ളപ്പോ അവരെങ്ങനെ? അല്ല അതാണ് കൗൺസിലിംഗ് ഈസ് ദയർ. വീട്ടിലിപ്പോ സാധാരണ അതാണ് കുട്ടികൾ വരുമ്പോൾ അവർ ബുക്കും ബാഗും ഒക്കെ നോക്കണം എന്ന് പറയുന്നത് വെച്ചാൽ വേറെ ആൾക്കാരുടെ ഇത് കാണും, വാട്ടർ ബോട്ടിൽ കാണും, റബ്ബർ കാണും, പെൻസിൽ കാണും, ഇല്ലെങ്കിൽ റിബണ് കാണും. ഇത് ആരുടെയാ കുഞ്ഞെന്ന് വെച്ച് തിരിച്ചു നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുക്കുക. ആ കുട്ടികളെ പയ്യെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുത്, ആ വാസന മാറ്റണം. അല്ലാതെ കാരണം വെച്ചാൽ കുട്ടിയെ കള്ളിയാണെന്നോ കള്ളനാണെന്നോ മറ്റുള്ളവർ ഉപയോഗിച്ച് പറഞ്ഞാൽ വലിയ മെന്റൽ ട്രോമയാണ് അതിന് ജീവിതത്തിൽ, കുട്ടി ജീവിതം മുഴുക്കെ. ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇവനെ കാണുമ്പോൾ കള്ളാന്ന് വിളിക്കാൻ തുടങ്ങും. ഈ ചെറുപ്പത്തിലുള്ളവരുടെ കുറെ ചിലപ്പോൾ മുതിർന്നു കഴിയുമ്പോൾ തനിയെ മാറുകയല്ലേ? അതെങ്ങനെ പോകുന്നു? ബിക്കോസ് ഓഫ് ദി കൗൺസിലിംഗ്. അതാണ് പണ്ടത്തെ നമ്മുടെ വീട്ടിൽ പറയുന്ന കൗൺസിലിംഗ്. ബാക്കിയുള്ളവരൊക്കെ അഡ്വൈസ് ചെയ്യുന്നതുകൊണ്ടാണ് പോകുന്നത്, ഓട്ടോമാറ്റിക് പോകും. ട്രീറ്റ്മെന്റാ സാർ. ഇങ്ങനെ പറഞ്ഞ് ഈവൻ വലിയ ആൾക്കാർക്ക് എങ്ങനെയാ മാറുന്നത്? അവരെ തെറാപ്പി എന്ന് പറയുന്നത് ഈ CBT തെറാപ്പി എന്ന് പറഞ്ഞാൽ അതാണ്. കോഗ്നിറ്റീവ് ഇങ്ങനെ ചെയ്യരുത്, അവിടെ ചെയ്യരുത്, അങ്ങനെ പറഞ്ഞ് ഒടുക്കം ഇല്ലാതായി. ഈ സ്കൂളിൽ വെച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിലൊരു നല്ല സാമ്പത്തികമുള്ളിടത്ത് ഒരു പയ്യനാണ്. പക്ഷെ അവൻ പിന്നീടൊക്കെ വലുതായപ്പോൾ വലിയ മിടുക്കനായി, ഇവിടെ വലിയ തിയേറ്ററിന്റെ ഉടമയൊക്കെ ആയിട്ട് മാറിയ ആളാണ്. കുട്ടികൾ കുട്ടികൾ ഇതൊക്കെ ബിക്കോസ് ദേ ആർ അട്രാക്റ്റഡ് ബൈ ഇപ്പൊ നിങ്ങളുടെ പേരക്കുട്ടി കുട്ടികൾക്ക് നല്ല ബാർബി നല്ല ഡോള് കണ്ട കുട്ടി ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് വേണമെന്നൊന്നും എടുക്കുന്നില്ല. ആരും കണ്ടില്ല, ചിലപ്പോൾ കുട്ടി എടുത്തുന്നിരിക്കും. ഇത് ആരും എടുക്കാൻ. പിന്നെ ഇതിലൊരു ആസ്പെക്ട് ഉണ്ട്. അതായത് ഈ കൊച്ചുകുട്ടികളുടെ കാര്യം പറയുമ്പോ ഡോക്ടർ സാബുവിന്റെ കാര്യം ഉണ്ടാവും. സ്ട്രോക്ക് ഡിപ്രിവേഷൻ എന്ന് പറയും.
അതായത് കുട്ടികൾക്ക് റെക്കഗ്നിഷൻ, പേരന്റൽ ടച്ച്, അങ്ങനത്തെ ഒരു ശ്രദ്ധിക്കപ്പെടാൻ ഒരു ആഗ്രഹമുണ്ട്. തേഴ്സ്റ്റ് ഫോർ സ്ട്രോക്സ് എന്ന് പറയും. അങ്ങനെ പോസിറ്റീവ് സ്ട്രോക്സ്, അപ്രീസിയേഷൻ, അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ പറയുക, പാറ്റിംഗ് ഓൺ ദ ബാക്ക്, അങ്ങനെയൊക്കെ കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് ഒന്നും കുഴപ്പമില്ല. ആരെങ്കിലും എനിക്കൊരു അറ്റൻഷൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വേണമെന്ന് വെച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ അവരവർ അറിയാതെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ ആ മനസ്സിലുള്ള ആ ഒരു ത്വര, ഇങ്ങനെ ഞാൻ മാറിയാലെങ്കിലും എന്റെ പേരൻസ് അംഗീകരിക്കുമെന്നുള്ള, അംഗീകരിക്കില്ല, അറ്റ്ലീസ്റ്റ് എന്നെ കൺസിഡർ ചെയ്യുമല്ലോ. ഞാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഡോക്ടർക്ക് കൊണ്ടുപോലും അവിടെ കൊണ്ടുപോലും ഇവിടെ കൊണ്ടുപോലും ഒക്കെ ആവുമ്പോ ഐ ബിക്കം എ വിസിബിൾ മെമ്പർ ഓഫ് ദ ഫാമിലി. മറ്റേത് ഐ എം ഇൻവിസിബിൾ, നോബഡി നോട്ടീസസ് മീ എന്നുള്ള ഒരു കാരണം പറയുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ കാര്യം, ഈ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ എത്ര കൗൺസിൽ ചെയ്യുമ്പോഴും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടില്ല. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ക്രൂഡായിട്ട് എക്സാമ്പിൾ പറയും. ഒരു പെൺകുട്ടി വളരെ ചെറിയ ഏജില് വിധവയാവുമ്പോ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മ വന്നാലും കാര്യമില്ല. ബിക്കോസ് അമ്മയ്ക്ക് അച്ഛനുണ്ട്. അപ്പൊ അച്ഛൻ മരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അമ്മയ്ക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ദുഃഖം അമ്മയ്ക്ക് അറിയില്ല. അപ്പൊ മറ്റ് വിധവകളാണ് വന്നിട്ട് ഈ കുട്ടിയെ സമാധാനിപ്പിക്കുക. ഞങ്ങളും ഇതേ കണ്ടീഷനില് കടന്നു പോയവരാണ്. സോ ദേ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ. അപ്പൊ ഈ സപ്പോർട്ട് ഗ്രൂപ്പിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ക്ലിപ്റ്റോമാനിയാക്കുകളായിട്ട് അതിൽ നിന്ന് പുറത്തു വന്ന ആൾക്കാരുണ്ട്. ദേ വിൽ ടോക്ക് അബൌട്ട് കോൺസിക്വൻസസ് ടു ദ ഫാമിലി. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മളെ പോലീസ് പിടിച്ചില്ല എന്നുള്ളതല്ല സംഭവം. നമ്മളുടെ വീട്ടിൽ ഒരു കള്ളൻ ഉണ്ടെന്നുള്ള ഒരു റൂമറെങ്കിലും സൊസൈറ്റിയിൽ പരന്നാൽ അത് എന്റെ സഹോദരിയുടെ വിവാഹത്തെ ബാധിക്കുന്നു. എന്റെ അനിയനെ കള്ളൻ അനിയൻ എന്ന് കുട്ടികൾ വിളിക്കണു. അപ്പൊ അങ്ങനെ ഐ ആം പണിഷിങ് നോട്ട് മൈസെൽഫ്, ഐ ആം പണിഷിങ് അതർ ഇന്നസെന്റ് മെമ്പേഴ്സ് ഓഫ് ദി. അപ്പൊ എന്റെ പ്രവൃത്തിയുടെ റിപ്പർക്കഷൻ അനുഭവിക്കുന്ന അവരാണ് എന്നുള്ളൊരു ഫീലിംഗ് ഈ സപ്പോർട്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൽക്കഹോളിസത്തിൽ വരുന്നുണ്ട്, ഡ്രഗ് അബ്യൂസിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് എന്റെ കുടുംബക്കാരാണ്, ഞാനല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോ ആ അർജി തന്നെ കെട്ടെറിയാൻ ഒരു സാധ്യതയുണ്ട്. ഇറ്റ്സ് എ പോസിബിലിറ്റി. അപ്പൊ അതാണ് ഈ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ ഒരു അഡ്വാൻറ്റേജ്. ഈ ഒരു പോയിന്റ് ആയി ഷെയർ ചെയ്യുന്നു. താങ്ക് യു. സാറേ, ഞാൻ പറഞ്ഞോട്ടെ? പറയൂ സാർ, പറയൂ. സാറാണ് പറയേണ്ട ആള്. എന്തായാലും വളരെ സന്തോഷം. ഒരു ശക്തമായ വിഷയം ഇത്ര സിമ്പിളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാറ് മുൻകൂർ ജാമ്യം എടുത്തു ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആളോ അല്ല എന്ന്. പക്ഷെ ഒബ്സർവേഷൻ, ആ പവർ സാറിൽ ഒത്തിരി ഉണ്ട്. ആ ഒബ്സർവേഷനാണ്, റീഡിംഗ് ആണ്, അനുഭവങ്ങളുടെ ഒരു ജാഥയും അതും കൂടി ചേർന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ലാസ്, ഒരു ക്രിപ്റ്റോമാനിയ എന്ന ക്ലാസ് സാറിന് എടുക്കാനും അത് വിജയപ്രദമാക്കാനും കഴിഞ്ഞു. സാറ് കാരണങ്ങൾ പറഞ്ഞു, ഒത്തിരി കാരണങ്ങൾ പറഞ്ഞു. അതില് നമുക്ക് പ്രതികാര വാഞ്ച ഉണ്ടാകുമ്പോൾ ഈ ക്രിപ്റ്റോമാനിയ വളരെ ശക്തമായൊരവസ്ഥയിലേക്ക് പോകും. അതിന് വേറെ ആരുടെയും ഉദാഹരണം വേണ്ട. 1965 ഞാൻ ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. റെയിൽവേ ഹോസ്പിറ്റൽ പാലക്കാട് അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, 2-3 നിലകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെറിയ കുട്ടികളെല്ലാം കൂടെ അതിന്റെ മുന്നിലൂടെയാണ് വീട്ടിലേക്കുള്ള ഓട്ടം. അപ്പോൾ പുതിയ പുസ്തകങ്ങളും ഒക്കെ കിട്ടിയ ദിവസമാണ് നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് കയറി കാണാമെന്ന് പറഞ്ഞ് ഈ പുസ്തകങ്ങളും ഒക്കെ അടുക്കി വെച്ചു. എനിക്കുണ്ടായ പ്രത്യേകത, എൻ്റെ അച്ഛൻ കുറേ കാലം വഴക്ക് എന്നെ പറഞ്ഞിട്ട് ഗതികെട്ടൊരു കുട മേടിച്ചു തന്നാണ്, ഒരു പുത്തൻ കുട. എല്ലാവരും കുടയും കൊണ്ട് പോകുമ്പോൾ ഞാൻ നനഞ്ഞു പോകും. ഒരു പുത്തൻ കുട എനിക്ക് വാങ്ങി തന്നിട്ട് പറഞ്ഞു, നോക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, ഇനി കുട പോയാൽ ചേമ്പലേ ഉണ്ടാവുള്ളൂ. വളരെ സന്തോഷത്തോടെ അതും മേടിച്ച് സ്കൂളിൽ പോയി തിരിച്ചു പോകുമ്പോ ഈ കുടയുടെ മുകളിൽ ഈ പുസ്തകങ്ങളും ചില സഞ്ചികളൊക്കെ നമ്മുടെ കുട്ടികൾ വെച്ചു. സർ, ഇന്നും എനിക്ക് ചങ്കിടിപ്പുണ്ടാവുന്നത്
ഞങ്ങൾ ഈ കെട്ടിടമൊക്കെ മോളിൽ പോയി കണ്ട് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുമ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്, എൻ്റെ ആ കുട മാത്രമേ ഇല്ല. അതാരോ അടിച്ചുകൊണ്ട് പോയി. എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, കുട എവിടെ പോയി? ഞാനുള്ള സത്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അച്ഛനൊന്നും മിണ്ടിയില്ല. കാരണം അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി ചേമ്പലയായിരിക്കും നിന്റെ കുട എന്ന്. പിന്നെ അച്ഛനൊന്നും പറയാനില്ലല്ലോ. അന്ന് ഒരു 3 ദിവസത്തേക്ക് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 3-ാമത്തെ ദിവസം ഹാപ്പി. വീട്ടില് പശുക്കളെ വളർത്തുന്നുണ്ട്, പാല് കൊണ്ടുതരും. പാല് അവിടുന്ന് മേടിച്ച് കടകളിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ കടയിൽ കൊടുത്ത് വൈകുന്നേരം വരുമ്പോൾ പൈസ വാങ്ങിച്ചിട്ട് വരണം. നീട്ടി പറയല്ല സർ. അപ്പൊ അന്ന് ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഈ ചായക്കടയുടെ പുറത്ത് ബക്കറ്റിനകത്ത് കുടകൾ വെച്ചിട്ട് ആളുകൾ അകത്തേക്ക് പോകും. ഞാൻ എന്ന മാന്യൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കുടയ്ക്ക് പകരം 2 കുട എടുത്തുകൊണ്ടാണ് പോയത്. ഞാൻ അതുകൊണ്ട് വേഗം വീട്ടിലെത്തി. അച്ഛനിങ്ങനെ നോക്കുമ്പോൾ സാധാ 2 കുട, ഒന്നും വേണ്ടിയില്ല. ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ 2 കുടയും എടുത്തിട്ട് ചോദിച്ചു, ഇത് എവിടുന്നാണ്? വീണ്ടും സത്യം പറഞ്ഞു. അച്ഛൻ എനിക്ക് 1 കുടയല്ലേ മേടിച്ചെന്ന്. ഇത് ഞാൻ 2 കുടയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, പലിശ അടക്കം. ഒന്നും മിണ്ടിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛൻ ആ 2 കുട എടുത്ത് എൻ്റെ കൈ തന്നിട്ട്, ഇത് എവിടുന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവയ്ക്കുക. വേറെ ഒന്നും പറഞ്ഞില്ല. സാർ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം നാണക്കേടിന്റെ ഒരു വല്ലാത്തൊരവസ്ഥ. ഞാൻ നിന്ന് കിണുങ്ങാണ്. എനിക്കറിയാം അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ അകത്ത് പോയി ഒരു ഉടുപ്പൂടി ഇട്ടിട്ട് പറഞ്ഞു, നീ മുന്നിൽ നടക്കണം, ഞാൻ പുറകെ വന്നോളാം. അങ്ങനെ എന്നെ കൊണ്ട് കടയുടെ അടുത്ത് വരെ ആ കുട അച്ഛൻ പിടിപ്പിച്ച് കടയുടെ അടുത്ത് എത്തിയപ്പോൾ എൻ്റെ അച്ഛൻ ആ 2 കുടകളും വാങ്ങി. നീ ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. അച്ഛൻ നേരെ കടക്കാരനോട് ചെന്ന് പറഞ്ഞു, മോന് സുഹൃത്തുക്കളുടെ പോയപ്പോൾ മഴയായിരുന്നു, കുട കണ്ടെടുത്തുകൊണ്ട് വന്നതാണ്, സോറി. അതിനോടൊന്നും തോന്നണ്ട. കടക്കാരൻ കുറച്ചു നേരം നോക്കിയിട്ട് ഒരു ശീലിച്ചു, സാരമില്ല, ഇനിയും അടുത്ത ദിവസം ഈ ദോശ കഴിക്കാനും ചായ കഴിക്കാൻ വന്നതിൽ ആരുടെയാണെന്ന് ചോദിച്ചത് ഞാൻ കൊടുത്തോളാം. അയാൾ ഒന്നുകൂടെ പറഞ്ഞു, ഇനി മോൻ ഒരിക്കലും ഇത് എടുക്കില്ല എന്ന്. അച്ഛൻ തിരിച്ചു വന്നു, നിന്റെ പാപമൊക്കെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, പോരാൻ പറഞ്ഞു. സാർ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ ആ കഥയാണ് ഓർത്തത്. എനിക്ക് പ്രതികാരം തീർക്കാനുള്ള ഒരവസ്ഥ ക്ലിപ്റ്റോമാനിയയുടെ തുടക്കമായി. പക്ഷെ അച്ഛൻ ഇല്ലിപ്പോ. അച്ഛൻ തന്ന ആ ഗുണപാഠം കൊണ്ടാണ് ഞാൻ അതിൽ പെടാതെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടി അടിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ പ്രതികാരം കൂടുമായിരുന്നു സാർ. ഞാനത് പറയുന്നു. ഒരു ചെറിയ കാര്യം, പല പേരൻസും എന്തെങ്കിലും ഇങ്ങനെ എവിടുന്ന് കിട്ടിയടാ, അത് അവിടുന്ന് കിട്ടി, സാരമില്ല, എവിടെ ഇരിക്കട്ടെ. അവന്റെ അടുത്ത മാനസികാവസ്ഥ ഇതിനേക്കാൾ വലുത് എടുക്കണം. അത് ഹൈ പിച്ചിലേക്ക് പോകും, വല്ലാത്തൊരു പിച്ചിലേക്ക്. ഓക്കെ സാർ, വളരെ നന്ദി. ഇതൊക്കെ ഓർക്കാനും ഒന്ന് പങ്കുവയ്ക്കാനും കഴിഞ്ഞു. റോയ് സാർ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം വളരെ ലഘുവായി സാധാരണക്കാരന് മനസ്സിലാവുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്ത ഹരിഹരൻ സാറിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. പിന്നെ ഈ ക്രിപ്റ്റോമാനിയ എന്ന് പറയുന്ന അസുഖങ്ങൾ ചെറുപ്പകാലത്ത് ഉണ്ടാവുന്നതാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വലുതാവുമ്പോൾ അത് കൂടി വരുമെന്നുള്ളത് ഒരു സംഭവം ശരിയാണ്. പക്ഷേ ഇത് ഒരു അസുഖമാണ് എന്ന് തിരിച്ചറിയാതെ ഇങ്ങനെ മോഷ്ടിക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് മറ്റുള്ളവർ അറിയുകയും അവർ രഹസ്യമായി വെക്കുകയും വീട്ടുകാരത് ഒളിച്ചു വെക്കുകയും ചെയ്യുന്ന കേസുകളാണ് ഇത് വലിയ ശല്യം ഉണ്ടാകുന്നത്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഒരു പയ്യൻ ഇതുപോലെ തന്നെ കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്നു കൗൺസിലിംഗ്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ അവനങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതായത് അതൊക്കെ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു അസുഖമാണ്, ക്രിപ്റ്റോമാനിയ എന്ന് പറഞ്ഞ അസുഖമാണ്, അത് കുഴപ്പമൊന്നുമില്ല, അത് മാറ്റിയെടുക്കാന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് നീ ഇവിടുന്ന് എന്നാടാ എടുത്തതെന്ന് ചോദിച്ചു പയ്യനോട്. അപ്പം അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, പോക്കറ്റിൽ നിന്ന് എടുത്തു വന്നു ഒരു പേപ്പർ വെയിറ്റ്, വലിയ ഭംഗിയാണ് പേപ്പർ വെയിറ്റ്, അകത്തൊരു പക്ഷിയൊക്കെ ഇരിക്കുന്നത്, അതെടുത്ത് അവൻ പോക്കറ്റിൽ ഇട്ടു. അപ്പം ഇതാണ് കുഴപ്പം. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതോ കുഴപ്പമില്ല, നിനക്ക് ഈ അസുഖമാണെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ വല്ലവരും ആണെങ്കിൽ നീ കള്ളനെന്ന് തന്നെ വിളിക്കും,
അപ്പോൾ ആ പേര് ചീത്തപ്പേര് വരും. അത് വീട്ടുകാർക്കും ഒക്കെ കള്ളൻ്റെ അപ്പൻ അമ്മയെന്നൊക്കെ പറയുന്നുള്ള വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവനിങ്ങോട്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു സ്വഭാവവിശേഷമല്ല, ഇതൊരു അസുഖമാണ്, സൈക്കോളജിക്കൽ അസുഖമാണ്. പല അസുഖങ്ങളും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ അവരെ കുറ്റപ്പെടുത്താതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇവൻ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ള വിവരം ഒരു സാധാരണ സംഭവമാക്കി കണ്ടുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ഒരു പ്രോത്സാഹനം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് സാർ പറഞ്ഞ പോലെ. പക്ഷേ എനിക്കറിയാം ഇതെല്ലാം ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമാക്കാതെ ഇരുന്ന് വലുതായി ഫാമിലി ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ മക്കളും എല്ലാവരും ഒളിച്ചു വെക്കാൻ നോക്കും. പക്ഷെ അവസാനം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മേലാത്തൊരു ഗതികേട്. കാരണം ഇവരെവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാണാതെ വന്നാൽ തന്നെ ഇന്നയാൾ എടുത്തു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴത് ഭയങ്കരമായ ഒരു ഫാമിലിക്കും സോഷ്യലി എല്ലാം ഭയങ്കര ഐസൊലേഷൻ ആയിട്ടുള്ള ഒരു ഇത് വരുന്നു, വേറെ അസുഖത്തിലേക്ക് പോകും. ഏതായാലും സാറിൻ്റെ ഈ ഒരു 45 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷൻ സാധാരണക്കാരായ ആൾക്കാർ ഇങ്ങനെയുള്ള സ്വഭാവം അറിയാവുന്നവരൊക്കെ ഒന്ന് ഇത് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇതൊരു അസുഖമാണ് എന്ന് വിശ്വസിക്കില്ല. ഇപ്പം എനിക്കറിയാവുന്ന ഒരാളാണ്, വളരെ സാമ്പത്തിക ശേഷിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വാല്യുബിൾ ആയിട്ടുള്ള സാധനം കണ്ടാൽ വളരെ ഇതായിട്ട് എടുത്തുകൊണ്ട് പിന്നെ ഇത് എടുത്തുകൊണ്ട് വന്ന സാധനം ആരും കാണാതെ നശിപ്പിച്ച് കളയുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിലും വലിയൊരു ഗൗരവമുള്ളതായി ഒരു ഫോൺ മോഷ്ടിച്ചു ഒരാളുടെ. അപ്പോൾ മിക്കവാറും ഈ ഫോണൊക്കെ എന്ന് പറയുന്നതിനകത്ത് വിദേശത്ത് നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ഇതിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാതെ പോലീസിൽ പരാതിപ്പെട്ടു. അപ്പോൾ അത് പോലീസ് ലൊക്കേഷൻ ഇതൊന്നും ഇവർക്കറിയാൻ പറ്റില്ല, പിടിച്ച് വേറെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അവിടുന്ന് പോയി. അപ്പോൾ അവിടെ ആയിരുന്നു അന്വേഷിക്കുകയല്ലോ. അങ്ങനെയൊക്കെ ഇത് ചെയ്തൊരു കേസ് തൊട്ട് എനിക്കറിയാം. അപ്പോൾ അന്നേരം ഇത് ചെറുപ്പത്തിൽ ശ്രദ്ധിക്കാതെ പോയി, പണ്ട് പോലെ ഇങ്ങനെയൊക്കെ ചെറിയ സ്വഭാവം ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാതെ പോയി, അത് ഒളിച്ചു വെച്ചു. അവസാനം വലിയ വിഷയമായിട്ട് വരികയും ഇപ്പോൾ വളരെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടാതെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ സാർ, താങ്ക് യു. ഉഷ മാഡം, സ്നേഹലത മാഡം, പ്രീത മാഡം, ഹരിസുധ ആണാണോ പെണ്ണാണെന്ന് അറിയില്ല. ഓക്കെ, വിൻസെന്റ് സാർ, ആർക്കെങ്കിലും പറയും. ജോർജ് സാർ, ഉഷ മാം. സാറേ, എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ പറഞ്ഞല്ലോ, പല സമയത്തും നമ്മൾ ഈ അസുഖമാണെന്ന് അറിയുമ്പോൾ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ആ കൊച്ചിന് അല്ലെങ്കിൽ ആ ആൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് അറിയാണ്ട്, അസുഖമാണെന്ന് അറിയാതെ സാഹചര്യങ്ങളിൽ പെടുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൻപുറത്തെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ കൊച്ചുങ്ങൾ ഈ ചെറുപ്പത്തിൽ ഈ സ്വഭാവം ഉണ്ടാവും. അത് അറിയണില്ല, ഈ ഒരു അസുഖം കൊണ്ടാണ് ഈ കൊച്ച് ഇങ്ങനെ മോഷ്ടിക്കണമെന്ന് അറിയാതെ അവരുടെ കുട്ടികളും സഹപാഠികളും അധ്യാപകരും ഈവൻ വീട്ടുകാർ പോലും എടാ നീ കള്ളനാ എന്ന് പറയുമ്പോഴുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് അവനെ, ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞാൽ ശരി. ഇപ്പൊ നമ്മുടെ ഈ രാജ്യത്ത് വളർന്നു വരുന്ന മോഷ്ടാക്കളിൽ പലരും ചിലപ്പോൾ ഈ അസുഖമുള്ള ആൾക്കാരായിരിക്കും. അത് ആ സമയത്ത് കണ്ടുപിടിക്കാണ്ടും മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയും അങ്ങനെ വീണ്ടും അതിലേക്ക് തന്നെ തിരിഞ്ഞു പോയി അതൊരു പ്രൊഫഷനൊക്കെയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അതിന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം ഈ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയെ നമുക്ക് കാണുന്ന സമയത്ത് അത് ഈ അസുഖം കൊണ്ടാണോ അതോ ശരിക്കുള്ള മോഷ്ടിക്കുന്നതിനുള്ള പ്രവണത കൊണ്ടാണോ? അതാണ് ഞാൻ ചോദിച്ചത്. സാർ, ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുമ്പോൾ യു ഷുഡ് ടേക്ക് എ ലീനിയന്റ് വ്യൂ. എന്തുകൊണ്ടാണ് എടുക്കുന്നത് മോനെ, നീ എന്താ എടുക്കാൻ കാരണം? ആഫ്റ്റർ ആൾ കൊച്ചു കുഞ്ഞിന്റെ എന്താ 10 വയസ്സോ 12 വയസ്സായ കുട്ടികളാണ്, ആണോ ആയാലും പെണ്ണായാലും, എന്താ കുഞ്ഞെ എടുത്തത് നീ? എനിക്ക് വേണമായാലും എനിക്ക് ഇഷ്ടം, എൻ്റെ വീട്ടിൽ വാങ്ങിച്ചു തരത്തില്ല, എനിക്ക് എൻ്റെ അച്ഛന് വാങ്ങിച്ചു തരാനുള്ള സാമ്പത്തികം ഇല്ല. അത് വി ഷുഡ് ടേക്ക് ദം ഒരു സിമ്പത്തറ്റിക് വ്യൂയിലൊന്ന് പോകണം. സിമ്പത്തിക്കായിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വാങ്ങിച്ചു തരാം, എമൗണ്ട് ഞങ്ങൾ വേറെ വാങ്ങിച്ചു തരാം, അറേഞ്ച് ചെയ്ത് തരാം, അങ്ങനെ പോകും. അല്ലാതെ ഇന്ത്യയുടെ അടുത്ത് എല്ലാവരെയും മുമ്പ് വെച്ച് കോളേജ് സ്കൂളിൻ്റെ
കാലത്ത് എല്ലാവരുടെ കുട്ടികളെ വെച്ച് പുറകെ പോകും. ഹി ഹാവ് എ ട്രോമ. റൈറ്റ്? വലിയ മുറിവായിരിക്കും മനസ്സിൽ വന്ന് വീഴുന്നത്. അതാണ് ഒടുക്കം തീർച്ചയായിട്ടും പക തീർക്കാൻ വേണ്ടി അവൻ കൂടുതൽ മോശം കാണിക്കാത്തത്. യെസ്, അതാണ് സംഭവിക്കുന്നത്. അതാ അവിടെയാണ് ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് വേണം. അല്ല ചുമ്മാ അധികാരം ഉണ്ടെന്നുകൊണ്ട് നമ്മള് പോലീസ് സ്റ്റേഷനിൽ ഇതൊക്കെ വലിയ ചെയ്യേണ്ടതാണ്. വലിയ ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ശിക്ഷിക്കാനാണ് ഇറങ്ങിയതും അവന് ആണെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് എ ക്രിമിനൽ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് എ ബെറ്റർ സിറ്റിസൺ. അത് സിമ്പത്തറ്റിക് ആയിട്ട് വ്യൂ ചെയ്ത് നോക്കണം. അത് പേഷ്യൻസ് വേണം. എല്ലാ പാരന്റ്സിനും അത് ഉണ്ടാവില്ലല്ലോ സാറേ. ഞാൻ പണ്ടൊരു കഥ പറയായിരുന്നു. ഒരു കൊച്ചു ഇതുപോലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എക്സ്ട്രാ പെൻസിലും എക്സ്ട്രാ റബ്ബറും അവൻ കൊണ്ടുവരാണ്. അപ്പൊ ഫാദർ കൊച്ചിനോട് ചോദിക്കുകയാണ്, മോനെ ഇത് എന്തിനാ നീ ഇത് കൊണ്ടുവന്നത്? അപ്പൊ അവൻ അറിയാതെ ഇങ്ങനെ എടുത്തോണോ കൊച്ചിന്റെ നല്ല, നിനക്ക് എത്ര ആവശ്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഓഫീസിൽ നിനക്ക് ഇഷ്ടംപോലെ പെൻസിലും റബ്ബറും കൊണ്ട് തരാമല്ലോ എന്ന്. അപ്പൊ ഫാദർ ചെയ്യണതും ഈ സെയിം തിങ് ആണ്. സ്വന്തം ഓഫീസിൽ നിന്ന് പുള്ളി കൊണ്ടുവരണത് അവിടെ. ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നപ്പോ അവിടെ സ്കൂളിൽ ഈ സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഇത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലത്തെ ഒരു ആളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാണ്. അദ്ദേഹത്തിന്റെ പണി ഇതാണ്, ഇഷ്ടംപോലെ ഈ എല്ലാ സ്കൂളിലും കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കമ്പനിയിലെ എയ്ഡഡ് സ്കൂൾസിന് കൊടുക്കാനുള്ള സ്റ്റേഷനറി വരുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യണത് ഈ പ്രത്യേക ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങോര് എല്ലാവർക്കും ഈ പെൻസിലൊക്കെ ഞങ്ങളുടെ ഓഫീസിൽ മറ്റുള്ളവർക്ക് കൊടുക്കും. രക്കോനാ തൊട്ട് പെൻസിലൊക്കെ ബച്ചാലൊക്കെ ചെയ്തോ നിങ്ങളുടെ പറഞ്ഞാൽ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ എടുത്ത് വരുമ്പോൾ ഞാൻ പറയണത്, എന്തിനാ മോനെ നീ എടുത്തേ? ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുതരാൻ നിനക്ക് ഇഷ്ടംപോലെ പെൻസിലും റബ്ബറും നോട്ട്ബുക്കൊക്കെ. അപ്പൊ ആ കൊച്ചിനെ മനസ്സിൽ വരണതാണ് അപ്പനും ഇതന്നെ ചെയ്യണത്. അത് ഈ അസുഖം കൊണ്ടല്ല, പക്ഷെ അത് വേറൊരു മെന്റാലിറ്റിയാണ് ഞാൻ പറയണത്. അപ്പൊ അതുപോലെ ശരിയാണ് സാർ പറഞ്ഞത്. അത് വീട്ടിലെല്ലാവർക്കും ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള. എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ആദ്യം കിട്ടുന്നത് അടിയാണ്. നീ എന്നോട് ആര് പറഞ്ഞു ഇതെടുക്കാനായിട്ട്? നമ്പർ 1. നമ്പർ 2, ആ സ്കൂളിൽ നിന്നും സഹപാഠികളുടെ കയ്യിൽ നിന്ന് കിട്ടണ ആ ചീത്തപ്പേര് വേറെ. എൻ്റെ സ്വന്തം ഒരു എക്സാമ്പിൾ പറയട്ടെ സാറേ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ് വരെ ഇതിലായിരുന്നു, പ്രൈമറി സ്കൂളിലായിരുന്നു. 6ാം ക്ലാസ് മുതൽ ഹൈസ്കൂളിൽ പോയി ചേർന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇന്റർവെല്ല് സമയത്ത് പുറത്തേക്ക് ഞങ്ങളുടെ സ്കൂളിന്റെ 2-3 ക്ലാസ്സിന്റെ മുമ്പിൽ കൂടെ വേണം മൂത്രപ്പുരയിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു മാഷ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊരു മാഷാണ്. പിള്ളേരെ എന്തോ വഴക്ക് പറഞ്ഞ് ഇതാക്കിയിട്ട്, അപ്പൊ ഇത് ഇന്റർവെല്ല് ആയി, മൂത്രം ഒഴിക്കാനുള്ള സമയം, എല്ലാ കുട്ടികളും ആ ക്ലാസ്സിന് മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏതോ ഒരു കുട്ടി എന്തോ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവന് പേന എടുത്തൊരൊറ്റ മാഷ്. അത് വന്ന് വീണത് ഈ മറ്റുള്ള കുട്ടികൾ പോണ വഴിയിൽ വന്ന് വീണ്. ഇൻസിഡന്റ്ലി ഞാൻ വരണ സമയത്ത് എൻ്റെ മുമ്പിലാണ് ഈ പേന വീണ് കിട്ടിയത്. ഞാൻ ഉടനെ അത് പൊക്കി പിടിച്ച് ചോദിച്ചു, ചുറ്റുവരുത്ത് ആരുടെയാണ്? ആരൊന്നും വേണ്ടിയില്ല. ഞാൻ വിചാരിച്ചത് പിന്നെ അത് കൊണ്ടുപോയിട്ട് കൊടുക്കാം, ഓഫീസിൽ കൊണ്ട് ഏൽപ്പിക്കാം. അതുകൊണ്ട് ഞാൻ ആ പേനയും പിടിച്ച് ഒരു 2 സ്റ്റെപ്പ് നടന്നേ ഉള്ളൂ. മാഷ് അവിടെ നിന്നോ അവിടെ നിൽക്കടാ അതുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ നിന്നു. വഴിയിൽ നിന്ന് കിട്ടി പേനയും കൊടുത്ത് നീ കൊണ്ടുപോകണോടാ എന്ന് ചോദിച്ചിട്ട് മാഷ് എന്നെ കുറെ ചീത്ത പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പോകുമ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ, അത് 5ാം ക്ലാസ്സാണ്, ഞാൻ 6ാം ക്ലാസ്സിലാണ്, ഞാൻ 7ാം ക്ലാസ്സിൽ, അത് 6ാം ക്ലാസ്. ഞാൻ പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ എല്ലാ കുട്ടികളും എന്നെ നോക്കിയിട്ട് കള്ളാ എന്ന് വിളിക്കും. അപ്പൊ എനിക്കുണ്ടായിരുന്ന സത്യം, എനിക്കുണ്ടായ സംഭവം ഞാൻ പറഞ്ഞത്. ആ ഒരു കൊല്ലം ഞാൻ അത് ഏതാണ് ഫൈനൽ എക്സാം ആവാറായി. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 8ാം ക്ലാസ്സിലായപ്പോൾ ആ ബിൽഡിംഗ് മാറി വേറെ ബ്ലോക്കിലായി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ ഒരു 2-3 മാസം എനിക്ക് വലിയൊരു വിഷമമായിരുന്നു അത്. അങ്ങനെ സംഭവിക്കാം, അതാ ഞാൻ പറഞ്ഞത്. താങ്ക് യു സാർ. ഇനി ആരുള്ള പറയട്ടെ സാർ. ഞാൻ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് സാറ്. അതില് പിന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകന്
എടുത്ത് വന്ന് പറഞ്ഞു, സാർ എന്നെ ഓർക്കുന്നുണ്ടോ? എന്നിട്ട് സാറ് പറഞ്ഞു, അത് പിന്നെ അന്ന് ഇങ്ങനെ ക്ലാസ്സിൽ വെച്ചൊരു പേനയോ എന്തോ പോയപ്പോൾ അത് എടുത്തത് ആരാണെന്ന് സാർ ആരോടും പറയാതെ അത് മേശപ്പുറത്ത് വെച്ചില്ലേ, എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു സാർ. എന്നിട്ട് എല്ലാവരുടെയും ബാഗ് പരിശോധിച്ചു. എന്നിട്ട് ആ പേന കിട്ടി, ഒരു ബാഗിൽ നിന്ന് കിട്ടി, അത് മേശപ്പുറത്ത് വെച്ചു. പക്ഷെ സാറ് ഞാനാ എടുത്തെന്ന് ആരോടും പറഞ്ഞില്ല എന്ന് പറയും. സാറ് പറഞ്ഞു, അത് ഞാനും ആരാണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചില്ല, ഞാനിത് ആരുടെ ബാഗിലുണ്ടെന്ന്, ബാഗ് ആരുടെയാണെന്ന് ഞാൻ നോക്കിയില്ല, അല്ലാതെയാണ് ഞാൻ അത് വെച്ചത്. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ അപ്പോൾ കുറ്റബോധം തോന്നി, സാറ് പറഞ്ഞില്ലല്ലോ ഞാൻ എടുത്തെന്ന്. സാറും അത് ആരാണെന്ന് അറിയാനല്ല സാറ് ശ്രമിച്ചത്, സാറും പേന എടുത്തു കണ്ണടച്ചു, കൊടുത്തു, സാറും കണ്ണടച്ചിരിക്കുകയായിരുന്നു. കണ്ണടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള മനസ്സൊന്നും ഇപ്പോഴത്തെ ഒരു അധ്യാപകർക്കും ഇല്ല. അവരിങ്ങനെ അവരെ റെഡിക്യൂൾ ആൻഡ് സർക്കാസം ഉപയോഗിക്കാനിരിക്കുകയാണ്. അത് പാടില്ല എന്നാണ് ബി.എഡിന് പഠിക്കുന്നത്. പക്ഷേ അധ്യാപകരുടെ കയ്യിൽ അതേ ഉള്ളു. താങ്ക് യു സാർ, ഈ അറിവൊക്കെ തന്നതിന്. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ. താങ്ക് യു സാർ, വളരെ സന്തോഷം. ഹരിഹരൻ സാറേ, പ്രത്യേകം അഭിനന്ദനങ്ങൾ. സാറ് സൈക്കോളജി സബ്ജക്ട് ആദ്യമായിട്ട് കേൾക്കാനിട വന്നു, അതിൽ സന്തോഷം. കൊച്ചുമോനാ നിയന്ത്രിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്നത്. സാറേ, ഈ കഥ കേൾക്കുമ്പോൾ എനിക്കും ഒരു ബാല്യകാല അനുഭവം, ബാല്യകാലമല്ല, കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നു. ഏതാണ്ട് എൻ്റെ മകൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അപ്പം UP സ്കൂളിൽ വെച്ച് എന്നോടൊരു സ്കൂളിലെ മാഷ് പറഞ്ഞു, അങ്ങനെ വീടിനടുത്തുള്ള ഒരു പയ്യന് ഇത്തിരി സ്വഭാവദോഷ്യം ഉണ്ടല്ലോ, അവൻ്റെ അവർക്ക് ഇത്തിരി പൈസ കട്ടെടുത്തു എന്ന് എന്നോട്. ഞാൻ പറഞ്ഞു, ടീച്ചറെ, പക്ഷെ എനിക്ക് അവരുടെ വീട്ടിൽ പോയി പറയാൻ പറ്റൂല, കാരണം പുള്ളി ഇത്തിരി ചൂടന. ആ ടീച്ചർ പറഞ്ഞു, എനിക്കതറിയാം, അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയാത്തത്. എനിക്ക് ഈ കാര്യം ചെന്ന് അവിടെ പറയാനും പറ്റുകയില്ല. കാലങ്ങൾക്ക് ശേഷം അവൻ വലിയ പ്രശ്നക്കാരനായി. അപ്പോൾ പ്രായമായി കുറച്ച് മെച്ചൂർഡായി എന്നുള്ള വിധത്തിൽ ഞാൻ അവനെ വിളിച്ച്, എടാ, നീ എന്തോ കേൾപ്പിക്കുന്ന മോശമല്ലേ? അപ്പോൾ അവൻ പറഞ്ഞത് ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് അറിയില്ല, എൻ്റെ പോക്കറ്റിൽ 10,000-ലധികം രൂപ ഉണ്ടായിരിക്കെ ഒരു ഫംഗ്ഷനോട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് ഏൽപ്പിച്ചത് അവന്. പക്ഷെ ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലിരുന്ന് 5,000 രൂപ കണ്ടപ്പോൾ അവൻ അതെടുത്ത് പോക്കറ്റിൽ വെച്ചോണ്ട് അവനാ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ആ വീട്ടുകാർക്ക് മനസ്സിലായി, കാരണം വേറെ ആരും വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ ഇവനെ വിളിച്ച് അങ്ങനെയാണ് ഈ രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് നിന്നെ കാണണം, അത്യാവശ്യം ഒരു കാര്യം പറയാനാണ്. അവൻ വന്നിട്ട് നേരെ കൊണ്ടുവന്ന് ആ 5,000 രൂപ തന്നെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഞാൻ അതേപോലെ തന്നെ അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ കല്യാണമായിട്ട് എനിക്ക് 10,000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പൈസ ചെലവഴിക്കാൻ എൻ്റെ കയ്യിൽ ധാരാളം പൈസ ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല. അവനത് മാത്രമല്ല, വേറെ ചിലതും ഒക്കെ കുസൃതികൾ ഇങ്ങനെ പലത് കാണിച്ചു. അപ്പം ഇതൊക്കെ ചെറുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റാതെ പോയതിൻ്റെ ഭവിഷ്യത്ത് തന്നെ അല്ലേ എന്നുള്ള. എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല. അവൻ പറയാ, എനിക്കറിയില്ല ഞാനത് എങ്ങനെ എടുക്കാൻ പോകുന്നു. എൻ്റെ പോക്കറ്റിലുണ്ട്, പൈസയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല, പക്ഷേ ഇതൊരു രോഗാവസ്ഥ എന്നുള്ള നിലയിലേക്ക് പോയി എന്നുള്ളത് സത്യം. ഞാനിപ്പോഴത് ഓർക്കുന്നു, അത് ഓർത്തിട്ട് പങ്കുവെച്ചെന്ന് മാത്രം. താങ്ക് യു സാർ. ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ക്ലിപ്റ്റോമേനിയ. ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ക്ലിപ്റ്റോമേനിയ ആണത്. എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എടുത്തു, അത്രേ ഉള്ളൂ. എടുത്തു. അതുപോലെ മൊബൈൽ എടുത്തു, പല കേസ് ഉണ്ടായി, പല പ്രശ്നങ്ങളിൽ പെട്ടു അവൻ. അപ്പോൾ അപ്പോഴാണ് ഞാനിങ്ങനെ ഈ ഒടുക്കമുള്ള സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്നും കേട്ടില്ല. ഞാനിതറിഞ്ഞ് എന്നോടൊക്കെ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവനോട് വിളിച്ചു, നിന്നൊന്ന് വൈകിട്ട് അത്യാവശ്യമായിട്ട് കാണണം എന്നേ പറഞ്ഞോളൂ. അവൻ വന്നത് പൈസ കൊണ്ട. എൻ്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ചെന്നിട്ട് പോകുന്നത്, അതുകൊണ്ടാണ് അവർ കല്യാണം വിളിക്കാൻ ചെന്നതാണ്. പക്ഷേ ചെന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ അവന് കാര്യം മനസ്സിലായി, വേറെ സംശയം വേണ്ട എന്നുള്ള വിധത്തിൽ. അപ്പോൾ തന്നെ വേറെ ഒരാളോട് ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഇത് വേറെ ആരും അറിയുകയില്ലല്ലോ എന്നെ. ഓക്കെ സാർ. അല്ല, പറയാനിടവന്ന വലിയൊരു കാര്യമാണ് ഇത്. ചെറുപ്പത്തിൽ തന്നെ ട്യൂൺ ചെയ്യാനേ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റുക വലിയ പാടാ. കുടുംബക്കാരിയല്ലേ നാട്ടുകാരിയായി, അത്രേ ഉള്ളൂ.
അതെ 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 അതെ. ആവശ്യമില്ലാതെ ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും അനിയന്ത്രിതമായ ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് വരിക, അങ്ങനെ സംഭവിക്കുകയാണ്. ഓക്കെ, ഉഷ മാം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് സർ. ഹരി സർ, ഗുഡ് ഈവനിങ്. നമസ്കാരം മേഡം, നമസ്കാരം. സാറിനെ പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. സാറിന്റെ ക്ലാസ്സുകൾ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ടായിരുന്നു. കണ്ണ സാറിനെ ഇന്ന് കണ്ടില്ല. അപ്പൊ എപ്പോഴും ക്ലാസ് എടുക്കാൻ പോയിരിക്കുക. ഓക്കെ സർ, താങ്ക് യു. പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞ ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിപ്പം ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ടുള്ള ഒരു ക്ലെപ്റ്റോമാനിയ എന്നുള്ള ഒരു വിഷയം ചൂസ് ചെയ്ത് തന്നെ അതിന് ഞാൻ സാറിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സർ. ഇപ്പൊ ഇതൊരു ബിഹേവിയർ പ്രോബ്ലം ആണെന്ന് അറിയാതെ തന്നെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ മോഷണമാണോ അല്ലെങ്കിൽ ഇതൊരു ഡിസോർഡർ ആണോ എന്നറിയാതെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പോലും തിരിച്ചറിയാതെ ട്രീറ്റ് ചെയ്യപ്പെടാതെ സമൂഹത്തിൽ അവര് വീണ്ടും വീണ്ടും അവരുടെ ഒരു രോഗാവസ്ഥ കൂടി വരികയും ഒരു സോഷ്യൽ ന്യൂസൻസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി അവസ്ഥകൾ നമുക്കറിയാം. സാറ് പറഞ്ഞ പോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പോലെ ഫേമസ് ആയിട്ടുള്ള ഒരാള് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സാധനങ്ങളെങ്കിലും മോഷ്ടിക്കാനുള്ള ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എർജ് ഇങ്ങനെ വരുമ്പോഴേക്കും അത് എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയ്ക്ക് അവര് അടിമപ്പെടുകയാണെന്ന് പറയുന്നു. അപ്പൊ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പിന്നെ ആ സാധനം അവരാഗ്രഹിക്കുന്ന ആ സാധനം അവര് മോഷ്ടിക്കപ്പെടുമ്പോൾ അവരനുഭവിക്കുന്ന ആ സന്തോഷവും അതായിരിക്കണം ഇവർക്ക്. അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനത്തെ ഒരു രോഗത്തിന്, ഒരു ഡിസോർഡറിന് അടിമകളാണ് എന്ന് പറയുന്നതിലാണ്. അതൊരു വിഷയം ഇങ്ങനെ സാർ ഇതിന് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഒരു 1 വർഷം മുമ്പോ മറ്റും നമ്മൾ വായിച്ചിരുന്നു എന്ന് തോന്നുന്നു, ഒരു പോലീസുകാരൻ ഇങ്ങനെ പഴക്കടയിൽ ചെന്നിട്ട് ഫ്രൂട്ട്സ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ കണ്ടു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ അദ്ദേഹത്തിന് അതൊരു ആവശ്യമേ ഇല്ല. ശരിക്കും പൈസ കൊടുത്ത് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആ മനുഷ്യനുണ്ട്. എങ്കിൽ പോലും ആ ഒരു പഴക്കടയിൽ നിന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന നമ്മളെല്ലാം ഒരു CCTV ക്യാമറയിൽ കൂടി അത് കാണുകയും പിന്നീട് അത് വലിയ കേസാവുകയും അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചാനലുകളൊക്കെ അന്നത്തെ ഈവനിങ് ഡിസ്കഷനും ഒക്കെ ഇതേക്കുറിച്ച് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ ചിലപ്പോ ഈ ഒരു ഡിസോർഡറിന്റെ ഭാഗമായിരിക്കാം. അത് തിരിച്ചറിയുകയും വേണ്ട സമയത്ത് തെറാപ്പീസിലൂടെ ആണെങ്കിലും ട്രീറ്റ്മെന്റ് മെഡിക്കേഷനിലൂടെ ആണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെയാണ് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയുക. സമൂഹത്തില് ഒരുപാട് സർവീസുകൾ, സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ല വ്യക്തികളെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക അവർക്ക് ഇങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോൾ. എന്തായാലും ഒരു റീതിങ്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയമായിരുന്നു. നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഹരിഹരൻ സാർ താങ്ക് യു. വീണ്ടും ഇതുപോലത്തെ മനോഹരമായ വിഷയങ്ങളുമായിട്ട് വരിക. വളരെ ലൈവ്ലിയാണ്. കാരണം ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന വിഷയങ്ങളാണ്. ലൈഫിൽ മുഴുവൻ ഈ സൈക്കോളജി. അടുത്ത വിഷയം പറയാം, പേര് വേണമെങ്കിൽ പറഞ്ഞേക്കാം. പറയും. ആള് കൂടുതൽ വരട്ടെ. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സിൻഡ്രോം. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. വാ, എന്താ വേണം, സൈക്കോളജിയുടെ അപ്പുറത്തി മണിച്ചിത്രത്താഴിലേക്കൊക്കെയാ പോകുന്നത്. ഓക്കെ ബസ്, താങ്ക് യു സർ. വലിയൊരു ഇതല്ലേ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സിൻഡ്രോം. വെരി ഗുഡ്, വെരി ഗുഡ് സാർ, റെഡി ആയിക്കോ തീർച്ചയായും. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്, സി യു. എല്ലാവർക്കും നന്ദി. ഹരിഹരൻ സാർ ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം അറിയിക്കുന്നു. Very patient hearing. Thank you. താങ്ക് യു.